കേൾക്കുമ്പോ അറിയത്തില്ലായിരിക്കും, പക്ഷെ ഒരു കുഴഞ്ഞ രീതിയാണ്. ഇവിടുന്ന് ഡൗൺ ടൗൺ എത്ര മൈലുണ്ട്? 10 മൈലോ അല്ലെ 12 മൈലോ അത്ര ഉണ്ടല്ലേ. ഇത് ഷിക്കാഗോ സിറ്റിയുടെ ബോർഡറാണ് നമ്മളിപ്പോ. നമ്മള് 290 കൂടെ 12 മണിയായി പോകിയല്ലേ, 20 മിനിറ്റോട്ട് നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ത്രൂ മതി. നിങ്ങളിനി ഷിക്കാഗോ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതെ കാണാം. സിയസ്റ്റോറും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് മീറ്റ് ചെയ്യും, പോകണം. എനിക്കൊരു സിംറ്റം ഇല്ലായിരുന്നു ആക്ച്വലി. അത് BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ എൻ്റെ എല്ലാം നോർമലും. കൊളസ്ട്രോൾ ഇച്ചിരി ബാഡ് കൊളസ്ട്രോൾ ഇച്ചിരി ഉണ്ടെന്ന് പറയാൻ, അത് എൻ്റെ പ്രൈമറി കെയർ ഡോക്ടർ എന്നും എന്നെ വഴക്ക് പറയും. കുറച്ചിട്ട് അടുത്ത തവണ മരുന്ന് തരുമെന്ന് പറയും കേട്ടോ. ഞങ്ങൾ പറയില്ല, ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് കുറച്ചോളം കുറച്ച് മരുന്ന് എടുക്കാതിരിക്കുക. സീനയും പറയും വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ ഒരു മെഡിക്കേഷനും എനിക്കില്ലായിരുന്നു. ഒരസുഖവും എങ്ങനെ വന്നു എന്നുള്ള ഇന്ന് പറയാം. അതെനിക്കൊന്ന് ഈ കോവിഡിൻ്റെ വാക്സിനേഷൻ്റെ അതൊന്നും ഇവർ സമ്മതിക്കുകയായിരുന്നു ആരും. നാട്ടിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം വരുന്നവരെ എന്തോ ആ ബ്ലഡ് ക്ലോട്ട് ആകാൻ കാരണം എന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ് ഈ തിന്നർ എപ്പോഴും മിക്കവാറും എടുക്കേണ്ടിയാ ഇല്ലയോ? പലരോടും പറയുന്ന തിന്നർ എടുക്കണമെന്ന്. ഈ പ്രൈമറി എന്നോട് പ്രൈമറി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെ അങ്ങ് നിർത്തിയോ. ബേബി ആസ്പിരിൻ എടുക്കണമെന്നും പറഞ്ഞു. അതെടുക്കുന്നു. അവിടുന്ന് ഉറക്കത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഉറക്കം കൂടുതലാന്നേ കുറവില്ല. എല്ലാം റൊട്ടീൻ. നമുക്കിപ്പം നേരത്തെ എണ്ണിക്കും. ഇപ്പം നിങ്ങളുണ്ടായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 9-10 മണി വരെ ബോഡി എപ്പോൾ എണ്ണിക്കുന്നു അന്നേരം എണ്ണിക്കുള്ളൂ. സാവകാശമായിട്ട് കിടന്നുറങ്ങും. പുള്ളിക്കാരി 3 days പോയാൽ മതിയോ? പുള്ളിക്ക് 5 ദിവസം. 5 ദിവസം. ഓ, അപ്പോൾ 8 hours. ട്രാവലർ ഉണ്ടല്ലോ, പുള്ളിയുടെ പേരെന്താ? സന്തോഷ് ജോർജ് പോയ വഴിയായിരുന്നു. മൊഹേർ എയർപോർട്ടിൽ നിന്ന് പുള്ളി ടാക്സി എടുത്ത് പോകുന്ന ഒരു ചരിത്രം പറയുന്നുണ്ടല്ലേ. 290 വഴി പോകുന്നുണ്ടല്ലേ. ട്രെയിൻ ഇതിന് പാരലായിട്ട് പോകും. ഇനി മുതൽ ആ ട്രെയിൻ വരുന്നത്. മെട്രോ ആണോ അതോ അല്ല സിറ്റിയുടെ? ഇവിടുന്ന് ന്യൂയോർക്കിന് ട്രെയിൻ ഉണ്ടല്ലേ. അത് മെട്രോ, അത് ആംട്രാക്ക്. ഇപ്പൊ ഫ്ലോറിഡയ്ക്ക് അവരിടാൻ പോകുന്നുണ്ട്. ഞങ്ങളിനി ഹൂസ്റ്റൺ, പക്ഷെ ഫ്ലൈ ചെയ്യുന്നതിന്റെ സ്ഥലമൊക്കെ എൻജോയ് ചെയ്ത് കണ്ടു പോവാം. ഞാനന്നേരം പറയും ഞങ്ങൾ ന്യൂയോർക്കിന് പോയിട്ടുണ്ട്. ന്യൂയോർക്ക് ട്രെയിനാണെങ്കിൽ ഓവർനൈറ്റാ ട്രെയിൻ. രാജധാനി പോലെ ഞങ്ങൾ പറയും നമുക്ക് എൻജോയ് ചെയ്യാൻ എന്താ, നമ്മുടെ നാട്ടിൽ ഇത്രയും ട്രെയിൻ ജേർണി ഉള്ള സ്ഥലമെല്ലാം പോയി ഭരിച്ചതാ. അപ്പൊ നമുക്ക് ട്രെയിൻ ജേർണി വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം. ഞങ്ങളിപ്പം ന്യൂയോർക്ക് റോച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. എൻ്റെ മാവിയുടെ മോൻ്റെ 95th ബർത്ത്ഡേ ആയിരുന്നു. 90th ബർത്ത്ഡേ സോറി. അതിന് ഞങ്ങൾ പോയായിരുന്നു. എല്ലാവരും കൂടെ ട്രെയിനിന് ബുക്ക് ചെയ്ത്. നല്ല രസമാണ്. നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോഴേ ട്രെയിനിൽ കിട്ടാത്ത രസമാണ് ട്രെയിനിൽ. രഞ്ജി പാറ്റ്നയ്ക്ക് പോയിട്ടുണ്ടോ? രസാറില്ല, ആയില്ല, അങ്ങോട്ട് പോയിട്ടേ. ഭോപ്പാലില് ജബൽപൂർ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ബിലായ് റൂട്ടിൽ പോകുമ്പോ തന്നെ നമ്മുടെ ഇൻഡോർ ഭോപ്പാൽ, ഇൻഡോർ എക്സ്പ്രസ്, ഇൻഡോർ ജബൽപൂര്, ഗ്വാളിയർ, ഖണ്ഡുവ, പിന്നെ സത്ന, റീവ, അവിടെ എല്ലാം പോവായിരുന്നേ. അതല്ലേ ജോലി കിട്ടി ടൂറിസം ഇതിന്റെ ഇലക്ട്രോണിക്സിന്റെ അല്ലേ ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്റെ ഏരിയ ആയിക്കോട്ടെ എന്താ മധ്യപ്രദേശ്, ഇത് ഛത്തീസ്ഗഡ് ആയിരുന്നോണ്ട് അവിടെ അങ്ങേയറ്റം വരെ പോയി. രാജാനന്ദഗാവ് അടുത്ത മലാസ്കണ്ട് കോപ്പർ അവിടെ എത്ര മൈനേറിയ ഉണ്ടെന്ന് മലയാളികളൊക്കെ ഇഷ്ടം പോലുണ്ട് അവിടെ. കോർവ എന്ന് പറഞ്ഞാൽ കൽക്കരിയുടെ അവിടെ NTPC, അവിടെ MPB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരുപാട് NTPC, ബാൽക്കോ
ബാൽക്കോ അലുമിനിയം കമ്പനിയുടെ ഫാക്ടറി. അതെല്ലാം എന്റെ ഏരിയ. ഞാൻ ആ ബെൽറ്റ് കിടന്ന് ജോലി പിന്നെ ബാൽഘാട്ട് എന്ന് പറയുന്നത് ബാലഘാട്ട് ബേലാടിയിൽ അയണൂർ. ബേലാടിയില്ല, അത് അയണൂറിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ബേലാടിയില്ല. എന്റെ ഏരിയ ആയിരുന്നു അവിടെ ട്രാവൽ. ബേലാടിയില്ല. പിന്നെ സ്വർണ്ണഖനിയുള്ള ഇവിടെ ആയിരുന്നു അറിയാമോ? അത് നമ്മുടെ പന്ന ഗോന്തിയായിന്ന്. പന്നായില്. അതെ, ഗോന്തിയായിന്ന് കയറി ചെറിയ, അത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നാരോ ഗേജ് ഉള്ള ട്രെയിൻ ഇപ്പോഴും അവിടെ. അതെ അതെ, അത് പന്നായിന്ന് നമ്മള് സാഗറിന് വരുന്ന വഴിക്ക് സിറ്റി ബോർഡർ സ്റ്റാർട്ട് ചെയ്തു. അട്രാക്ഷൻസ് യൂണിറ്റി ടെമ്പിൾ. അതെ, സിർമോർ സിംഗ്രോളി. പിന്നെ അത് യുപിയുടെ ബോർഡറാണ്. അതിന്റെ തൊട്ടപ്പുറം അലഹബാദ്. സിംഗ്രോളി ഞാൻ പോയിട്ട് അതും പിന്നെ ജയൻ കോൾ മൈൻസ് സിംഗ്രോളി. അയ്യോ, അതിന്റെ അകത്തും പോയി ഞാൻ പോയിട്ടുണ്ട്. കോർവായി ചെന്ന് കഴിഞ്ഞാണല്ലോ നമ്മൾ കറുത്തായിരിക്കും തിരിച്ചറിയാം. മൂക്കൊക്കെ വൈകിട്ട് വന്ന് കഴുകുമ്പോ ഉണ്ടല്ലോ, മൂക്കിൽ കൂടെ ജീറ്റുന്ന എല്ലാം കരിക്കരിയാ, കരിക്കട്ട പോലെ കറുത്ത. അല്ല, നമ്മള് മോൻ കഴിയുമ്പോ അങ്ങനെ ആയിരുന്നു. ഗ്വാളിയർ എന്റെ കാണാനേ പോയിട്ടുള്ളൂ. ശനി നമ്മള് പോയതാ ഗ്വാളിയർ ഫോർട്ടില്. നീ പോയെന്നില്ലായിരുന്നോ? ഓർമ്മ ഇല്ലല്ലേ? ഞാൻ ഗ്വാളിയർ ഫോർട്ട് പോയിട്ടുണ്ട്. അത് സിന്ധ്യ രാജാവ് കൂടെ പോവാ. അവിടെ അല്ല, മാധവറാവ് സിന്ധ്യയുടെ അവരെ പെങ്ങള് വസുന്ധര സിന്ധ്യ. അതുപോലെ ബിലാസ്പൂർ റായ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെ മുഖ്യമന്ത്രി ശുക്ല ഉണ്ടല്ലോ, വി സി ശുക്ല, ശ്യാംചരൺ ശുക്ല, അവരുടെ ബ്രദേഴ്സ്. ഹിത്വാഡയുടെ ഓണർ അവരായിരുന്നല്ലോ. ഗ്വാളിയറിലെ ഫോർട്ട് നല്ല കാണാൻ ഉണ്ട് കേട്ടോ. അത് ബുദ്ധക്ഷേത്രം പോലെയാണ്, പക്ഷെ രണ്ടിന്റെ ഉണ്ട്. ഒന്ന് കേറ്റം കയറി പോണം. ഒരു തവണ ഇതുപോലെ ഗ്വാളിയർ അത് സാഞ്ചി ഗഡ്കറി ഒക്കെ ഞങ്ങളെപ്പോഴും പോവായിരുന്നു. ഞങ്ങളും പോവായിരുന്നു. സാഞ്ചി പോവും, നമ്മുടെ ഭീംബേട്കായി പോവും. പിന്നെ മണ്ഡീവിന് പോകുന്നിടത്ത് ഒരു വേറൊരു അല്ല, ഭോജ്പൂർ അല്ല, ഭോജ്പൂര്. പിന്നെ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം ഇവിടെ, അത് ബേഡാഘാട്ട്, ജബൽപൂരാണ്. അതെ, അവിടെ പോവായിരുന്നു. അവിടെ പോയിട്ടുണ്ട്. നർമ്മദ അല്ല, നർമ്മദ ഉത്ഭവസ്ഥാനം ജബൽപൂരിന് അപ്പുറം വേറൊരു സ്ഥലം കൂടാണ്. ബേഡാഘാട്ടാണെന്ന് തോന്നുന്നത്. മാർബിൾ റോക്സ് ഉണ്ട്. ഓസ്റ്റിൻ ബുൾവാർഡ്. ട്രാഫിക് ജാം എപ്പോഴും ഇവിടെ വരെയൊക്കെ കുറച്ച് മുമ്പിൽ തുടങ്ങിയാണ്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഓഫീസ് ടൈം ലഞ്ച് ബ്രേക്ക് 2:30 ആകുമ്പോൾ തുടങ്ങും തിരിച്ച് ഇങ്ങോട്ട് ട്രാഫിക്. എനിക്ക് ഡ്രൈവിംഗ് എല്ലാം പ്രയാസമായിരുന്നു കേട്ടോ. തെറപ്പി എന്നെ ICU മാറ്റി വാർഡിൽ മാറ്റി ഒരാഴ്ച കിടന്നു. പിന്നെ വേറൊരു ഇതിലോട്ട് മാറ്റിയിട്ട് തെറപ്പിക്ക് മാറ്റിയിട്ട് 2 ആഴ്ച അവർ തെറപ്പി. അപ്പൊ അവര് ഡ്രൈവിംഗ് ടെസ്റ്റ് എല്ലാം എടുത്ത് നമ്മുടെ ഡ്രൈവേഴ്സ് ഫെസിലിറ്റി പോയി കൊടുക്കേണ്ടി വന്നില്ല. ഫിസിക്കൽ PT-കാർ നമ്മുടെ ടെസ്റ്റ് എടുക്കും. അവർ സർട്ടിഫൈ ചെയ്യും നമ്മുടെ അറ്റൻഷൻ എങ്ങനെ, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഭയങ്കര ടെസ്റ്റാണ് അത്. ഡ്രൈവേഴ്സ് ഫെസിലിറ്റി എടുക്കാത്ത ടെസ്റ്റാണ്. PT-കാരുടെ ടെസ്റ്റ് മതി ഇവർ അപ്രൂവ് ചെയ്യാൻ. We are passing through Chicago downtown. വരുന്നേ ഉള്ളൂ. Way to downtown. Another 5 miles. Yeah. 10 minutes. Another 10 minutes. We are on our way to Chicago downtown. Historic town. സ്വാമി വിവേകാനന്ദന്റെ അതെ ഒരു ടെമ്പിൾ വരുന്നുണ്ടെന്ന് അല്ലേ അവിടെ. CS ടവർ ആണല്ലോ കാണുന്നല്ലേ. ഷൈനി പഴയ ഏറ്റവും ടോളസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് കാണാമല്ലോ. നേരെ കാണുന്ന വൈറ്റ് ടവർ, അത് കണ്ടെത്തുന്ന ഒരു പടം വരച്ച് വെച്ചിരിക്കുകയാണെന്ന്. ദാറ്റ് ഈസ് സ്കൈ ടവേഴ്സ്, സ്കൈ ലൈൻ.
ഷിക്കാഗോയുടെ 2 ലാൻഡ്മാർക്കായിരുന്നു. ഒന്ന് CS ടവർ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത്, രണ്ടാമത്തെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് ഒഹേർ എയർപോർട്ട്. അത് രണ്ടും മാറി. പക്ഷെ അത് റെക്കോർഡ് മാറി. അറ്റ്ലാന്റ ഉണ്ട്. അറ്റ്ലാന്റയിൽ എന്താണെന്ന് എനിക്കറിയാൻ വയ്യാത്ത. ഒളിമ്പിക്സ് വന്നതോടെ അവർ മാസ്റ്റർ അല്ല എയർപോർട്ട് വരുന്നതായിരിക്കും. പക്ഷെ ബിസിയസ്റ്റ് എയർപോർട്ട് ആകാൻ എന്താ? ബിസിയസ്റ്റ് ഭയങ്കര ട്രാൻസിറ്റിന്റെ ഹബ്ബാണ്. ഏതോ ഒരു എയർലൈൻസിന്റെ ഹെഡ്ക്വാർട്ടർ അവിടെ. എനിക്ക് തോന്നുന്നത് ഇവിടെ സൗത്ത് വെസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഉണ്ടെന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് വലിയ ഒരു ഹബ്ബാണ്. ഇപ്പൊ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഹബ്ബായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലാന്റയിലെ ട്രാവലേറ്റേഴ്സ്, എസ്കലേറ്റേഴ്സ് ഒക്കെ ഭയങ്കര ലെങ്ത് ആണ്. അത്രയ്ക്ക് ഫ്ലോർസ് ആണ്. ഒറ്റ സ്ട്രെച്ചിലെ എസ്കലേറ്റർ. ഞങ്ങളിവിടെ അമേരിക്ക ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, അളിയൻ്റെ ഒരു ഫ്രണ്ട്, ഒരു തമിഴൻ, യേശുദാസ് പുള്ളിയുടെ പേര്. പുള്ളി ഞങ്ങളെ കൊണ്ട് ഇവിടുത്തെ സിറ്റിയുടെ ഒരു എക്സാം, ഗവൺമെന്റ് എക്സാം എഴുതാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ സിറ്റി കൊണ്ടുവന്ന് പുള്ളിക്ക് അറിയാവുന്നതാണ്. ഒരു ബിൽഡിങ്ങിൽ പോയി എക്സാം എല്ലാം എഴുതി. എന്നിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ട് ട്രെയിനിലാണ് പോയി വന്നതും പോകുന്നത്. അപ്പൊ തിരിച്ചു വരാൻ ട്രെയിനിൽ കയറി. പുള്ളി ഇതുപോലെ വണ്ടി ഓടിച്ചോളം പരിചയമുള്ളതെന്ന് തോന്നുന്നു. ട്രെയിനിൽ കയറി വലിയ പരിചയമില്ല. അപ്പൊ പുള്ളി ട്രെയിന് കയറി ടിക്കറ്റ് എടുത്ത് കയറി. ഞങ്ങള് കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ട്രെയിൻ ആകെ തറയുന്ന കിളന്ന് തിരിച്ച് ഈ ലൈനാ പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ടോ എയർപോർട്ടിലോട്ട് ഒരു ബ്ലൂ ലൈൻ എന്ന് അതിന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ, എനിക്ക് ചേട്ടന് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ആദ്യം അമേരിക്ക വന്ന സമയം അയ്യോ കുറെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ ട്രെയിൻ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടല്ലോ, തറയിലല്ല, നോക്കി എന്താ ഭൂമിക്ക് മേളില. മെട്രോ അല്ലേ? ഇതെല്ലാം മെട്രോ ലൈനാ. സിറ്റിയുടെ സിറ്റി ട്രാൻസ്പോർട്ട് സിറ്റിയുടെ ഇതെല്ലാം തറയും കൂടെ ഇല്ലയോ? ഞാൻ കാണിക്കാം. മറ്റേ ഇങ്ങനെ ഈ റോഡ്, ഈ പാലം കാണുന്നില്ല, ഭൂമിക്ക് മേളിൽ കൂടെ പോകുന്നത്. അപ്പൊ പ്ലാറ്റ്ഫോം എല്ലാം ഇങ്ങനെ മേളിലാണ് കേട്ടോ, തറയിലല്ല, മേളിലാണ്. കുറെ കഴിഞ്ഞപ്പോ അതിശയം ഇതെക്കോട്ടെ പുള്ളിയോട് ചോദിച്ചത്, യേശുദാസ് ഇത് എവിടോട്ടാ പോകുന്നേ? പുള്ളിക്ക് തന്നെ അതിശയം. പുള്ളി വണ്ടടിച്ചിരിക്കുക. പുള്ളിയുടെ ജീവിതത്തിലെ അതും അനുഭവമാണ്. അത് കഴിഞ്ഞ് ആരോട് പുള്ളി ചോദിച്ചു കഴിഞ്ഞപ്പോഴാ, നമുക്ക് വലിയ ഇംഗ്ലീഷും അറിയത്തില്ല, പുള്ളി ഇംഗ്ലീഷ് പറഞ്ഞോടി. പുള്ളി പിന്നെ ആരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് വേറെ സ്ഥലത്ത് പോകുന്നത്, ഇങ്ങനെ എലിവേറ്റഡ് പിന്നെ വേറെടുത്താ പോകുന്നെന്ന് പറഞ്ഞു. അതായത് അതിന്റെ അവസാനം എൻഡിൽ പോയി ഇറങ്ങി കേട്ടോ. ഇടയ്ക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാതെ എൻഡിൽ പോയി ഇറങ്ങി കഴിഞ്ഞോണ്ടല്ലോ അവിടെ സ്റ്റേഷനിൽ ചോദിച്ചു കഴിഞ്ഞോണ്ട് അവർ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വന്നേക്കുന്ന ഡയഗണലാകുന്ന ഒരു ട്രയാങ്കിൾ പോലുള്ള സ്ഥലത്താണ്, ഒന്ന് ഓർത്ത് പോയി. അങ്ങോട്ട് പോകേണ്ടി ഇങ്ങോട്ടാ വന്നേക്കുന്നത്. അവിടുന്ന് ഇനി അവർ പറഞ്ഞു ഒന്നിൽ ഇനി തിരിച്ച് വന്ന സ്റ്റേഷനിൽ പോകണം, മെയിൻ ഷിക്കാഗോ ഡൗൺ ടൗണില്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടും. ബസ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകാനുള്ള പുള്ളി തന്നെ എല്ലാം. അപ്പൊ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണ്ട. ഇതിൽ എത്ര വേണേ യാത്ര ചെയ്യാം, ഒരു ടിക്കറ്റ് വേണം. അന്നത്തെ റൂൾ ഇപ്പോഴത്തെ എനിക്ക് അറിയില്ല. അന്നത്തെ റൂൾ അങ്ങനെ ആയിരുന്നു. ഒരു തവണ നമ്മൾ ടിക്കറ്റ് എടുത്താണല്ലോ ട്രെയിൻ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങാനല്ലേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ബസ്സുണ്ട്, ബസ്സിലും അത് യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് ഇപ്പൊ മെട്രോ പാസുകളെല്ലാം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ ബസ് എടുത്ത് ഈ ട്രയാങ്കിൾ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഷോർട്ട് കട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന അങ്ങനെ അതൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴും ഇവിടെ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടില്ല. എന്നാലും ട്രെയിന് നമ്മള് കൊതി വരുമ്പോൾ കയറാനെ കൊണ്ട് വരുമ്പോ ഉണ്ടല്ലോ അതോർത്തിരിക്കും. തിരിച്ചു പോകുന്നുണ്ടെ സൂക്ഷിച്ച് വേണം. ഞാൻ ആ സ്റ്റേഷൻ കാണിക്കാത്ത. റെജി ആദ്യം വന്നപ്പോഴേ ഈ ചിക്കാഗോ ടൗൺ സിറ്റിയൊക്കെ ഈ ഡൗൺ ടൗണൊക്കെ കണ്ടിട്ട് അപ്പം അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അയ്യോ നമ്മള് അത്ഭുതം പറയാ, പണ്ട് എന്റെ അടുത്ത് പറഞ്ഞ നമ്മള് ഞങ്ങളുടെ സേത്തോട് വില്ലേജ് കൊച്ചി ഗ്രാമത്തിൽ നിന്ന് വന്നതായോണ്ട് നമ്മള് ഞാൻ ഈ വലിയ കെട്ടിടങ്ങളുടെ പടം കാണുന്നത് തന്നെ ബാർബർ ഷോപ്പിൽ ചെല്ലും. ബാർബർ ഷോപ്പിൽ ഇവർ ഒട്ടിച്ച് വെക്കുമല്ലേ എനിക്കുള്ള ഫോട്ടോ ഒക്കെ കാണുന്നത്. ഈ ഫോട്ടോ ഒക്കെ അവർ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ബാർബർ ഷോപ്പിൽ. അത് വായും പൊളിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ ഭോപ്പാലിൽ വന്നപ്പോ തന്നെ, അമേരിക്ക പോയിട്ട് ഭോപ്പാലിൽ വന്നപ്പോ തന്നെ ഞാൻ വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഒക്കെ അവിടെ പോകും. എന്നാൽ ഭോപ്പാൽ ഒന്നുമില്ല, എന്നാലും കമ്പയർ ഒന്നുമില്ല. എന്നാലും വലിയ സിറ്റി നമ്മൾ കാണുന്നത് അവിടെ ഇല്ല. പക്ഷെ ഞാൻ ഭോപ്പാലിൽ നിന്ന് ബോംബെ വന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എറണാകുളം കൊച്ചിയും നമ്മൾ അവിടെ പല സിറ്റികൾ കണ്ടിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ബോംബെ ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പം ഒരു മിനിറ്റ്, ഞാൻ ഈ പറഞ്ഞ സ്റ്റേഷൻ ഇപ്പൊ അല്ലല്ല ഇങ്ങനെ വന്ന് ഇപ്പൊ കളരുന്ന നോക്കണം. കാണും ഇവിടെ അടുത്ത വയസ്സ് എലിവേറ്റ് ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ തറയുന്ന കളന്നു.
ആ ലൈൻ കണ്ടോ കണ്ടു. കറന്ന് കളന്ന് പോവാ. ഓ അവിടുന്ന് ഇങ്ങനെ കയറി ഇവിടുന്ന് കയറി മണ്ടക്കൂടെ ഇങ്ങനെ കറങ്ങി പോവുള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടുന്ന് അത് കിളറാൻ തുടങ്ങുന്നു, കറന്ന് മേളിലോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. ഇത് ഭൂമിയെ തൊടുന്നില്ല. ഹൈവേക്ക് മുകളിൽ കൂടെ ട്രെയിൻ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പരിപാടിയായത്. ഓക്കെ. കണ്ടോ ഇവിടുന്ന് ആ കളന്ന് മനസ്സിലായി. തറയിൽ കൂടെ പോകുന്ന അതിന്റെ പാരലായിട്ട് ഒരു പ്ലാറ്റ്ഫോം പൊക്കി വിട്ട പോലെ ഉണ്ടല്ലേ. അത് ശരിയാ, അത്ഭുതപ്പെട്ടു ആദ്യമൊക്കെ. ഒരു ട്രെയിൻ എന്തിനാ ഇങ്ങനെ പൊങ്ങി പോകുന്നത്? ഞങ്ങളൊക്കെ ഈ ബിൽഡിംഗ് സിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഇങ്ങനെ വായം പൊളിച്ച് മേളോട്ട് നോക്കി നിന്നിട്ടുണ്ട്. അന്നൊക്കെ ഓർത്തോ നമ്മൾ ഇതുപോലെ ഡ്രൈവ് ചെയ്ത്? ഒരിക്കലും ഇല്ല. ഈ ഇത്രയും എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു ഞാൻ എപ്പോഴും എന്റെ ടെസ്റ്റ് മണിയിൽ എപ്പോഴും പറയുന്നതാണ്, ഒന്നുമില്ലാത്തടത്ത് നിന്ന് ദൈവം ഇത്രയും എല്ലാ പാലം തന്നെ ഒഴുകുന്ന കനാൻ ദേശം എന്ന് പറയുന്ന ദൈവം ഇവിടെ കൊണ്ടാക്കിയേക്കുന്നു. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ, കോളേജിന്റെ യൂണിവേഴ്സിറ്റിയുടെ വിസ്കോസിൻ, ഇൻഡ്യാന. ഇതൊക്കെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആണ്, ഇൻഡ്യാനയും വിസ്കോസിനും. വാ ചിക്കാഗോ വിസ്കോൺസിന് പോകുന്ന വഴിയാണ്. ഇനിയും വരുന്ന മെയിൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇവിടുത്തെ US-ന്റെ പോസ്റ്റ് ഓഫീസിന്റെ വലിയ ബിൽഡിംഗ് ആണ്. അമേരിക്കയിലെ ഏറ്റവും ലാൻഡ്മാർക്ക് ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണ്. നമ്മൾ അതിനടി കൂടെ പോകാൻ പോകുന്നില്ല. ഈ ബിൽഡിംഗ് അവര് ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ വിൽക്കേണ്ടി വന്നവർ. ശരി, നഷ്ടം നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് എക്സ്പ്രസ് വേ ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിംഗ് ആൻഡ് നമ്മള് കാണുന്നത് ഷിക്കാഗോ സ്റ്റോക്ക്. പിന്നെ നമ്മൾ ഇത് സ്റ്റേറ്റ് അസംബ്ലി പോലുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെന്റെ എപ്പോഴും കാണുന്ന ഒരു ബിൽഡിംഗ്. അപ്പൊ ഈ നടുക്കത്ത് അല്ല, അതിന്റെ പുറകിൽ ആ ഒരു വലിയ അതാ അതിന്റെ മുകളിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഏതാണ്ട് ബിൽഡിംഗ്. അതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വന്നു മുമ്പിലത്തേക്ക്. ഷിക്കാഗോയുടെ ചരിത്രം നോക്കിയാൽ ഷിക്കാഗോ ഫയർ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഓർക്കുന്നത്? എസ്റ്റാബ്ലിഷ് 1906. 1906 ചിക്കാഗോ. ജോസ് സ്റ്റോർ. ഈ ഇത് ബ്ലാക്സിന്റെ ഭയങ്കര ഒരു സെന്റർ അല്ലേ? എല്ലാം ഉണ്ട്. ഇവിടുന്ന് സൗത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ എന്ന് പറഞ്ഞ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഫയർ ആണോ? അല്ല, ഷിക്കാഗോ ഫയർ. ഓക്കെ. ഏതോ ഒരു സിറ്റിക്ക് അങ്ങനെ സിറ്റി ട്രെയിൻ അല്ല, ഇതിന്റെ അണ്ടർ കേട്ടോ. ഓക്കെ. ഭൂമിക്ക് അടി കൂടെ അങ്ങോട്ടും ഇവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ആണ്. പഴയ ബിൽഡിംഗ് ഇതൊക്കെ ഫ്രഞ്ച് ഇംഗ്ലണ്ട് ഡിസൈൻ പോലൊക്കെ കാണും. ഈ ഞങ്ങളുടെ പിള്ളേർ രണ്ടുപേരും പഠിച്ച കോളേജ് ഇവിടെ അല്ല, അവർക്ക് അവരുടെ യൂണിവേഴ്സിറ്റി ക്ലാസ് ഇവിടെ വേറെ അല്ലാതെ വേറെ കോളേജ് വേറെ ഉണ്ടായിരുന്നു. ഇവിടെ സിറ്റിക്ക് അടുത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ US എന്ന് പറഞ്ഞില്ലേ ആ ബിൽഡിങ്, നമ്മൾ US-യുടെ പുറകിൽ ഇപ്പൊ വന്ന വഴിക്ക് അതിന്റെ പുറകിലായിരുന്നു അവർ അപ്പാർട്ട്മെന്റ് എടുത്തത്. സ്റ്റുഡൻസ് പാസ് ചെയ്യുന്നുണ്ടോ ഷൈനി? അടുത്ത ക്ലാസ്സിന് ഒരാൾ പോകുന്നു, ഒരാൾ ക്ലാസ് കഴിഞ്ഞു പോകുന്നു. അടുത്ത PhD-കാരല്ല. എല്ലാ സ്റ്റുഡൻസ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെട്രോയ്ക്ക് വരാൻ പോകാൻ തോന്നല്ലേ? ഇവിടെ സ്വന്തം വണ്ടിയെക്കാട്ടി കൂടുതൽ ഡൗൺ ടൗണിലോട്ടൊക്കെ സ്വന്തം വണ്ടിയായിട്ട് വരാതെ ഇവിടെ പാർക്ക് ചെയ്താൽ എന്നാ ഫീസാ മേടിക്കുന്നത്? അതെ, ഭയങ്കര ഡോളർ മേടിക്കും. ഇതാ മെയിൻ ഡൗൺ ടൗൺ ലൈൻ അല്ലേ? വെരി നൈസ്. റൂസ്വെൽറ്റ് ഇവിടുത്തെ പഴയ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അതെ, അവൻ ട്രക്കാരൻ തിരിക്കുകയാണ്. അതെ, അവൻ ആ ഫൗണ്ടൻ ആ വെള്ളം നോക്കിക്കോണേ, നേരെ ഇരുന്ന് ആ ഫൗണ്ടന്റെ പേര് ഞാൻ മറന്നുപോയി. ഷിക്കാഗോ ഫൗണ്ടൻ. ഭയങ്കര സ്കൈലൈനാണ് കേട്ടോ ഷൈനി.
ലേക്ക് വ്യൂ കണ്ടോ? ഓ ഇത് ലേക്കല്ലേ? ഈ സിറ്റിക്ക് വെള്ളം കിട്ടുന്ന മുഴുവൻ ഈ ലേക്ക് ആയിരിക്കും അല്ലേ? ഇങ്ങനെ പോയി അതിന്റെ മുന്നിൽ കൂടെ ഒരു വട്ടം അടിക്കും. ആ ശരി. ബക്കിംഗ്ഹാം ഫൗണ്ടൻ എന്നങ്ങാണ് അതിന്റെ പേര്. ബ്രിട്ടീഷ് വൈകിട്ട് ആകുമ്പോ ഇവിടെ ലൈറ്റ് എല്ലാം നല്ല ഇതായിട്ടിട്ട് ബോംബെലെ ഇവിടുത്തെ ലേക്കിന്റെ നമ്മുടെ ഭോപ്പാൽ പറയുന്ന പോലെ ബെടാത്തല എന്ന് പറയും. അത് അക്കരെ കാണത്തില്ല. ഇത് കണ്ട കടല് പോലെ തോന്നുന്നു. അതിന്റെ അടുത്തൂടെ പോവാം. ഞാൻ ഇടയ്ക്കൊന്ന് പോയായിരുന്നേ. എന്റെ പഴയ ഓഫീസിലെല്ലാം പോയി എംപി ഗവൺമെന്റ് ഞങ്ങളുടെ എന്റെ കൂടെ ജോലി ചെയ്തെല്ലാം വലിയ ജനറൽ മാനേജരും ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടൊക്കെ അവിടുത്തെ ഇത് ചെയ്ത് റിട്ടയർ ചെയ്ത്. ഇപ്പൊ എന്നോട് പറയാ, തോമസേ നീ പോയത് മണ്ടത്തരമാ, ലക്ഷങ്ങൾ വാങ്ങിച്ച റിട്ടയർമെന്റ് ഇപ്പൊ അവിടെ എടുത്തേക്കുന്നത് ലക്ഷങ്ങൾ. ഞാൻ പറഞ്ഞിപ്പോ ഇവിടെ നിൽക്കുന്നേ കൂടുതൽ നിങ്ങൾ ലക്ഷങ്ങൾ, എനിക്കിപ്പോ ദിവസം അയച്ചാൽ അതിൽ കൂടുതൽ അവിടെ. അല്ല ലൈഫ് രണ്ട് രീതിയിൽ വിചാരിച്ചാൽ മതി. അവിടുത്തെ ജീവിതം എത്ര പൈസ കിട്ടുന്ന പറഞ്ഞാലും നമ്മുടെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് അവരെല്ലാം നമ്മളിവിടെ ബെറ്റർ. അല്ല നമുക്കായാലും ഇത്ര നാൾ ഇപ്പൊ എന്റെ ഈ അസുഖമൊക്കെ വന്ന് ഇപ്പോഴായിട്ട് നമ്മൾ ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് ബെറ്ററായി പോകാൻ പറ്റും. ഞങ്ങള് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ആൾക്കാരോട് സംസാരിച്ച് വരുമ്പോ എങ്ങനെ പോയാലും അവസാനം ലാൻഡ് ചെയ്യുന്ന ഭോപ്പാലിലെ പക്ഷെ അതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തെ ജീവിതമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 30 വർഷത്തിന് മേളിൽ താമസമെല്ലാം ഉണ്ടല്ലോ. ഇതിനെക്കാട്ടി കൂടുതൽ മെമ്മറീസ് അവിടെ ഉള്ളത്. കാരണം അവിടെ ഇപ്പം കേരളത്തിലാന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ നമ്മൾ നടന്ന് നമ്മുടെ പാദസ്പർശമേക്കാത്ത ഒരു സ്ഥലം ഇല്ലല്ലോ. ഷൈനി അതിന്റെ കാര്യം അത് തന്നെയല്ല ഷൈനി, ഞാൻ റഞ്ജിക്കൊക്കെ അറിയാം. ഞാൻ ആ ഹോൾഡ് ചെയ്ത പോസ്റ്റിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. കാരണം ഹോൾ മധ്യപ്രദേശിന്റെ ഇൻചാർജ് ആയിരുന്നു. യുനോ അന്ന് ഛത്തീസ്ഗഡ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൈ കൂടെ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്ക്. ചിലപ്പോൾ മേ ബി ഒരു ലോ കാറ്റഗറി ആയിട്ട് ആൾക്കാർക്ക് തോന്നിയിരിക്കാം, അല്ലെങ്കിൽ അതെ അതെ. ബട്ട് ദാറ്റ് ഡെസിഗ്നേഷൻ വാസ് സോ, ആ പ്രസ്റ്റീജ് ഒരിക്കലും ജീവിതത്തിൽ പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്റെ അങ്ങനെ എന്റെ ഇപ്പൊ അടുത്ത ഇപ്പൊ ITI പഠിച്ചെന്നും പറഞ്ഞോണ്ടല്ലോ. പക്ഷെ അന്ന് ITI ഇലക്ട്രോണിക്സ് പഠിച്ചവരെ തന്നെ ഒന്ന് ഓർത്തു. വളരെ ചുരുക്കം ആൾക്കാർ ITI. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഡിപ്ലോമ എടുത്തവരായിരുന്നു കൂടുതലും. എഞ്ചിനീയേഴ്സ് വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളായിരുന്നു. ഇത് പ്രൈവറ്റ് യാട്ടാണ്, ഇതല്ല പ്രൈവറ്റ് യാട്ടുകൾ. പാർക്കിംഗ് ഏരിയ അവരാ ഒരു അതിനടുത്തൊരു ബോർഡർ കെട്ടിയിട്ടുണ്ട്. വെള്ളത്തിന് അവിടെ പാർക്കിംഗ് മാത്രമാണ്. ഇതിപ്പോ ഇന്ന് മൺഡേ മോർണിംഗ് ആയിട്ട് ഒരു മൂവ്മെന്റ് ഒന്നും അതില്ലാതെ മറ്റേ വീക്കെൻഡ് വീക്കെൻഡ് ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ഇന്നലെ മിഡ് നൈറ്റ് കൊണ്ട് എല്ലാവരും പോയി. നമ്മുടെ ഫ്ലൈറ്റ് തന്നെ കണ്ടില്ല ഇന്നലെ. എന്തോ ആൾക്കാരെല്ലാം ടൂറിങ് കഴിഞ്ഞ് വന്നവരെ പോലെ ഉണ്ടായിരുന്നു അല്ലേ ഷൈനി? ഫുൾ ആൾക്കാർ. രാത്രി ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഈ ലേക്കിന് പാരലായിട്ടൊന്ന് പോയിട്ട്, ഇത് ലേക്ക് ഷോർ ഡ്രൈവ് എന്നതിന്റെ പേര് പറഞ്ഞു. ലേക്ക് ഷോർ ഡ്രൈവ്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ച് ഇതിലെ വന്ന് വീണ്ടും അങ്ങേറ്റത്തോട്ട് നമുക്ക് ഒരു 1:30 ആകുമ്പോൾ നമുക്ക് 2 o'clock ആകുമ്പോൾ 1 hour ഓർത്തു. 1 hour നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങാനുള്ള. 2, 3 we are starting Lake Chicago, the famous Lake famous Lake of Chicago, Michigan Lake. See, that is the skyline borderline, Chicago downtown. Wow, what a design, what an architectural beauty. അടുത്തോണ്ട് വരുമ്പോൾ നമുക്ക് yeah we can go into them. See that line. ഇതിനിടയ്ക്കൂടെ ഷിക്കാഗോ റിവറിൽ കൂടെ ബോട്ട്. Can you see that blue tower is not a straight line? It has a a hemispherical design. See, it is stretching out and then coming back. Wow. The Navy Pier എന്ന് പറയുന്ന റൈറ്റ് സൈഡിലാണ്. And hardly in a different distance between the towers. റൈറ്റ് സൈഡിൽ നേവി പിയർ എന്ന് പറയുന്നത്. Wonderful. See the beauty of lakes. We can see the big lake. It is not less than Bhopal Lake, but it's very much bigger. രണ്ടും അങ്ങേക്കരെ കാണാൻ പറ്റില്ല. Yes, both cannot be. We cannot see the other side. Yeah. But Bada Talab can see Chota Talab, but Chota Talab cannot see Bada Talab. Navy Pier, right? Yeah. Navy Pier. Right. Wow. Now we are crossing Chicago River. Crossing Chicago River. Okay. Beautiful. Yeah, കണ്ട കടൽ പോലെ തോന്നുന്നല്ലേ ഷൈനി? ലേക്സ് ആർ ഇത് ശുദ്ധജലമാണല്ലേ? See the tower line, Trump Tower line. See
വാ. ഇവിടെ നമുക്കൊന്ന് വട്ടം അടിക്കാം. ഇവിടുന്ന് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീ ഷോർ ലൈൻ ഷോർ അതിന്റെ പേര് ഷോർ ലൈൻ. വീക്കെൻഡിലൊക്കെ ഈ പോർഷനൊക്കെ യുനോ സോ ഈ വളമൊക്കെ മുഴുവൻ കാർ ജാം ആയിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഒന്നും പാർക്കിംഗ് കിട്ടുകയില്ല. But still see there are people coming to park now. Tourists, this and that. See, enjoy Chicago downtown. Beauty of the cities. You know, these people, young people are always. ഈ ബസ് ടൂറിസ്റ്റ് Oh, double line. Wow. See the line bus. Big bus, Chicago. ഇതിന് $100 ആവുന്നുണ്ട് ആ മുകളിൽ നിന്ന് കയറി ഇരിക്കണമെങ്കിൽ. 50-100 ആവും. നമ്മൾ രാസവാസില്ലാതെ 50-100 ആണെന്ന് തോന്നുന്നു. Yeah, but we can get down some place, can see, come back and again we can ride. സ്റ്റോപ്പ് ചെയ്യണ്ട, ഇറങ്ങണ്ട കേട്ടോ, ഇറങ്ങണ്ട. ഓ ടാക്സിനാ നമുക്ക് ഡ്രൈവ് ത്രൂ കിട്ടിയാൽ മതി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി കയറുമ്പോഴത്തേക്ക് ഒരു സമയമാവും. നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ത്രൂ മതി. സത്യമായി ഞങ്ങൾ 3 വീക്സിൻ്റെ ജപ്പാൻ ടൂറിന് അവധിയെടുത്താണ്. ഞങ്ങളുടെ ആ ടൂർ കമ്പനിക്കാർ അത് ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്തു. റിയലി എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി തന്നെ നടത്തുന്ന നാഷില്ല ട്രാവൽസ്. അവർ എന്നെ പൈസ എല്ലാം അഡ്വാൻസ് മേടിച്ച് വി പെയ്ഡ് ദ ഹോൾ മണി. ലാസ്റ്റ് മിനിറ്റിൽ അവർ പറയുന്നു അവരുടെ ഏതാണ്ട് ഐറ്റിനറിക്ക് അവിടെ ഏതാണ്ട് ഫ്ലൂ വന്നു, അവർ പോകുന്ന സ്ഥലത്ത് ഏതാണ്ട് ഫ്ലൂ വന്നു. അതർ പാർട്ടീസ് ആർ ഗോയിങ് ബട്ട് എനിവേ ഞങ്ങൾ 1.5 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തെടുത്ത അവധി. ഇനിയിപ്പോൾ അവധി ക്യാൻസൽ ചെയ്ത് വേറെന്ന് ചോദിച്ചാൽ അവരാരും തരുമോ? മനസ്സിലായില്ലേ? അതും ഒരാളാണോ 2 പേരല്ലേ ഒത്തുവിടാ. പിന്നെ ഞങ്ങൾ അതങ്ങ് മാറ്റി. ലാസ്റ്റ് മിനിറ്റിൽ അന്നേരം ഇന്ത്യയിലോട്ടുള്ള ഫെയർ എല്ലാം നോക്കിയപ്പോഴത്തേന് ആദ്യം ഭയങ്കര ഫെയർ. നമ്മളൊന്ന് പോയിട്ട് യൂറ്റേൺ എടുത്ത് വരാം. പിന്നെ ബിൽഡിംഗ് ഇതിനടിയിൽ ഈ പോകുന്ന ലെവലൊക്കെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യേണ്ട സ്ഥലമില്ല. ഈ വീലൊക്കെ ആണെങ്കിലും ഇവിടെ ഒന്നും അടുക്കാൻ പറ്റാത്ത പോലെയുള്ള ഇവിടെ ഓവർനൈറ്റ് ബോട്ട് റൈഡൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാവുന്നതും. ഇപ്പം പാർക്ക് ഇന്നിപ്പോ ഓക്കെ മൺഡേ മോർണിംഗിലെ ജയന്റ് വീൽ നേവി പിയർ. പക്ഷെ ഇനി നമ്മൾ ഇത്രയും വലുപ്പത്തിലുള്ളതൊന്നും കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ കാണാതെ വയറ് അപ്സൈഡ് ഡൗൺ ആകുന്ന കാണാം. അയ്യോ, അവിടുന്ന് അലച്ച് വിളിച്ചൊന്നും ഇറങ്ങാനും പറ്റില്ല. ഞങ്ങള് അമ്മയെ കൊണ്ട് പോപ്പാല്ലാതെ ഒരു വീലൊക്കെ കയറ്റിയതാ. അയ്യോ, അമ്മയ്ക്ക് കയറാന്ന് പറഞ്ഞു. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കരഞ്ഞും പിഴിഞ്ഞൊന്നുമില്ല, ഞങ്ങളുടെ അമ്മയല്ലേ കാണാ. ബട്ട് അന്നാ ഞാനും കയറി, എനിക്ക് പോലും അത്ഭുതമായിട്ട് തോന്നി. അന്ന് ഓർക്കുന്നുണ്ടോ ആ ടി നഗറിലൊരു മൈതാനിലെ അംബാസഡർ കാറുകളിലൊക്കെ മേളയൊക്കെ ഉണ്ടായിരുന്നു. കാറുകളുടെ മേളയും വീലൊക്കെ വരും. ഈ രാവണനെ കത്തിക്കുന്ന സമയത്തൊക്കെയാന്ന് തോന്നുന്നു. ദീപാവലിയുടെ സമയത്ത് ഭോപ്പാലിൽ ഭയങ്കര ഒരു മേള നടക്കുമായിരുന്നു. ടി നഗറിലെ ഗംഗോത്രിയുടെ മുമ്പിലൊരു സ്റ്റേഡിയം ഉണ്ടല്ലോ, ഒരു വലിയ മൈതാനം ഉണ്ടല്ലോ. അവിടെ അംബാസഡർ കാറുകളുടെ മാരുതി വരത്തില്ലായിരുന്നു, അംബാസഡറൊക്കെ വരുമായിരുന്നു. പത്മിനി വീട്ടിൽ തിരിക്കാൻ നമുക്ക് യൂറ്റേൺ എടുത്ത് പോകാം. ട്രാഫിക് ഉള്ള ദിവസം ഒന്നും പിടിക്കാൻ തിരിക്കാൻ നല്ലതല്ല. ഇതിനിടയ്ക്ക് ഇവിടെ എല്ലാം സെക്യൂരിറ്റി കാർഡും എല്ലാം ഉണ്ട്. ഇവരുടെ എന്തുവാ ബോർഡർ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോലെ പോലീസിന്റെ എല്ലാം ഇതിനകത്ത് അവരുടെ ബോട്ടും മുന്നോട്ടെടുത്ത് അത് പോ മാത്രമേ കാണുള്ളൂ.
ഇപ്പൊ ഇത് കാറ്റുകൊണ്ട് കറങ്ങുന്നതായിരിക്കും അല്ലേ? അവരുടെ ചെറിയ മോട്ടറുകൾ അടിക്കുന്നതല്ലേ? ഓട്ടോമാറ്റിക്. അല്ലെ ഇത് അനങ്ങത്തില്ല, കാരണം എന്റെ ഒരു വെയിറ്റ്. പിന്നൊന്ന് തുടങ്ങണമെന്ന് ഈ പറഞ്ഞ ഹോഴ്സ് പവർ അല്ലേ? അതെ അതെ. ഇതാകുമ്പോ ഇങ്ങനെ നിന്നാണ് അതൊന്ന് പുഷ് ചെയ്ത് വിട്ടാല്ല. അതിനകത്ത് ഒരാളെ ഉള്ളതിലും അവർക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. കറക്കുള്ളൂ. പോലീസിന്റെ വണ്ടി. പോലീസിന്റെ. ഓ പെട്രോൾ. ചിക്കാഗോ സിറ്റി ഭയങ്കര സിറ്റി പക്ഷേ നമ്മളെ ഹ്യൂസ്റ്റണിനെ പോലെ അല്ലേ, അതിനേക്കാളൊക്കെ ഒത്തിരി വലുപ്പമുണ്ട് ഇതിന്. ഡൗൺ ടൗണിന്റെ ലൈനപ്പ് തന്നെ. ന്യൂയോർക്ക്, കാലിഫോർണിയ, അത് കഴിഞ്ഞ് അതുകൊണ്ടുണ്ട് ആ ടവറിന്റെ മുകളിൽ ഫോഗ് ഉണ്ട്. കാർമേഘം വരുന്നുണ്ട്. സൈക്കിൾ നേവി പിആർ. ലേക്ക് ഷോർ ഡ്രൈവ്. റോഡൊക്കെ നല്ല ക്ലീൻ അല്ലേ ഷൈനെ? എല്ലായിടും നല്ല വൃത്തിയായിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവര് എല്ലാ റോഡും വ്യൂ എടുത്തു. $1 million ലേക്ക് ഷോർ ഫേസ് ചെയ്യുന്നു. ലേക്ക് ഷോർ അപ്പാർട്ട്മെന്റുകൾ. ഇത് ബോംബെയിലെ നമ്മുടെ നമ്മുടെ മറൈൻ ഡ്രൈവ് പോലെ, ആ കടല് കിടക്കുന്ന പോലെ അല്ലേ? ഇവിടെ അതുപോലെ എല്ലാം ഫ്രീസ് ആകും. ഇവിടെ ഈ റോഡുണ്ടല്ലോ, സ്നോ വീണ്ടും മൊത്തം വണ്ടി ആൾക്കാർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നടന്ന മഞ്ഞ് കയറി മൂടി. പിന്നെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഇങ്ങോട്ട് അതിന്റെ ഇത് അടിച്ച് കയറും. പെരയടിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങ് ഫ്രീസ് ആകും. പ്രത്യേകിച്ച് ഈ സ്പോട്ട്. ഇവിടെ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ ഒരു സ്റ്റാച്യു വെക്കേണ്ടതാണ്. യുനോ, അപ്പോൾ ഒരു ബോട്ട് റൈഡും ഒക്കെ പോസിബിൾ ആവുകയാണ്. ഒരു മില്ലേനിയം സ്റ്റാച്യു വരേണ്ട സമയമായി. ഇങ്ങനെ ലേക്ക് ഇതുപോലെ സീഷോർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീച്ച് ഇത് മാനുവലി ഉണ്ടാക്കിയതാണ് കേട്ടോ. സാൻഡെല്ലാം കൊണ്ട് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. മനസ്സിലായി. അതാകുമ്പോൾ അവർക്ക് സൺബാത്ത് ചെയ്യാനേ. ഇവിടെയൊക്കെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ മൊത്തം നിറച്ച സ്ഥലം എന്താ നിൽക്കാനിടയില്ലാത്ത. ആ ഉണ്ട്. എക്സിറ്റ് എടുത്ത് യൂട്ടേൺ എടുക്കാം. മുന്നോട്ട് പോയാൽ ഇതൊക്കെ ഉള്ളൂ. കാരണം സിറ്റിയുടെ ഇനി ഔട്ടിലോട്ട് പോകാം. സമയമുള്ളപ്പം വന്നിട്ടേ നമുക്ക് എപ്പം വേണേലും പോകാമല്ലോ. ബ്യൂട്ടി ഓഫ് ചിക്കാഗോ ലൈസ് ഹിയർ. എന്റെ ജോലി ചെയ്ത് ആരും ചിക്കാഗോ വന്നാലും കൊണ്ടാകും ഈ ഒരു ലൈൻ പാത്തല്ലേ? കാണിക്കും. ഇപ്പൊ ലാസ്റ്റ് മന്തിൽ ഒരാള് ഫുൾ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അല്ലേ? അതും പുള്ളി എന്റെ കൂടെ തന്നെ. പുള്ളി ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു ഡാളസിൽ. പുള്ളി ഒരു 10-15 ദിവസം ഒരാഴ്ച പോയി അവിടെ നിന്ന്. അല്ല, പുള്ളി എന്നെ കിട്ടിയിരുന്ന എന്റെ ബ്ലോഗിലൊന്നും വന്നിരുന്നാലേ നല്ലതായിരുന്നു. പുള്ളി ഭയങ്കര എഴുത്തുകാരനൊക്കെ. ഞാൻ നാട്ടിൽ വരുന്നത് എന്നെ ഒന്ന് കാണാൻ പറയാമോ? എനിക്കൊരു അനുഭവം, അമേരിക്കയുടെ അനുഭവം എന്ന് പറയക്കേ. എവിടെ? കാഞ്ഞിരപ്പള്ളിയോ? അല്ല, ഞങ്ങൾ വേറെ വെച്ചാൽ കോട്ടയത്തൊക്കെ ഉണ്ടോ? ഓക്കെ, എന്നെ വന്ന് കാണാൻ പറയണേ. അമേരിക്കൻ അനുഭവങ്ങൾ. പുള്ളി ഇപ്പൊ ബുക്ക് എഴുതാൻ വേണ്ടിയാ. പുള്ളി ദുബായ് വിസ്മയിലോ എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതി ദുബൈക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നാ പറഞ്ഞത്. അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ
ഭരണകൂടം. Right. പിന്നെ സുഹൃത്തോടിനെ പറ്റി ഡോക്യുമെന്ററി ഉണ്ടാക്കി പുള്ളി. Yeah, Mr. Vivekanand Konni Sidathod, please come. I'm awaiting your. വിക്രമനെ എടുത്തു സിനിമയിലെടുത്തു. വ്ളോഗിങ് പുള്ളി ഡോക്യുമെന്ററി സുഹൃത്തോട് എന്റെ ഗ്രാമം എന്നും പറഞ്ഞ് ഇത് ഡോക്യുമെന്ററി Yeah, ഉണ്ടാക്കി. come. You are my guest now. Thank you. കവിതകൾ എഴുതുക. Yeah, yeah. I need your help. ഈ മരങ്ങളൊക്കെ ഒന്ന് പിടിച്ചാൽ അതിന്റെ ആ Beauty അല്ലേ? കളർ മാറുന്ന സമയം Yeah. മഞ്ഞ വരുന്നത്. Winter. ഫോൾ സീസൺ Yeah, transition ആണ്. ഇവിടെ എല്ലാം മൾട്ടി കളർ ഇപ്പം ആകും. ഇതെല്ലാം പല കളർ വരും. നന്നായിരിക്കും അല്ലേ ഷൈനി? നീ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം, എനിക്കൊരു പ്രൈം ലൈൻ കൊടുക്കാൻ. എന്റെ ക്യാമറ ഒന്നും അയ്യോ ഒന്ന് എടുത്ത് വെച്ചേ. മഞ്ഞ അല്ല ഞാൻ എടുത്തോളാം. ഓക്കെ. ഷിക്കാഗോയുടെ അല്ല ഈ ഇത് എന്താ ഇവിടെ 7 സീസണും കാണാൻ പറ്റുമോ? ഞാൻ ഈ സിറ്റിയുടെ വെറും വീഡിയോ എടുത്തിട്ടാണല്ലോ, ഒന്നും പറയാതിട്ടാലും വിയറ്റ്നാമിലുള്ളവർ, ഫിലിപ്പൈൻസ് ഉള്ളവർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ജർമ്മനി, ഒരാളെ കണ്ടുള്ളതിൽ ആ രാജ്യം കൗണ്ടിങ് വരികയാണ്. ഈ വീഡിയോ കണ്ടവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ്. ഇവിടെ ബൊളീവിയ, ഇവിടെ സൗത്ത് അമേരിക്ക. യുനോ അതിനാ ഞാൻ ഈ സിറ്റിയുടെ വീഡിയോ എടുത്തിരുന്നത്. വെറും ട്രാവൽ ഒരു 40 മിനിറ്റ് റൈഡ് ഉള്ളതിലും വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിത് ആഗ്രഹിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം വ്ളോഗിങ്. ഞാൻ ഓർത്ത പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അല്ലേ? ഞാൻ യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയതാണ്. അല്ല ഇതിൻ്റെ അകത്ത് വേറൊരു കഴിവ് വേണം. കഴിവല്ല ഇത്, കഴിവല്ല. നമ്മൾ ചൂളി പോകുന്ന സമയങ്ങളുണ്ടേ, അതായത് മറ്റുള്ള ആരും ക്യാമറ പിടിച്ച് നടക്കാത്ത സമയത്ത് ഈ കാവലും പിടിച്ചിട്ട് നടക്കുന്നത് ഒരു ചൂളിച്ചാണ്. പക്ഷെ അത് ഫിലിമിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുന്നില്ല ആൾക്കാർ. ഇതിൻ്റെ പുറകിൽ ആരാന്നോ ഈ വടിയോ പോലെ ഒന്നും ആരും കാണുന്നില്ല. നമ്മളെടുത്ത ഫ്രെയിം മാത്രമേ വരുന്നുള്ളൂ. അപ്പം യുനോ ഫർഗെറ്റ് അബൌട്ട്. ഞങ്ങളുടെ സുഹൃത്തോടെ ദീപ്തി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ദീപ്തി ചെയ്യുന്ന പോലെ എപ്പോഴും ഫേസ് പിടിച്ചോണ്ട് വേണം അന്നേരം എടുക്കാൻ. പക്ഷേ ചിലർ അങ്ങനെ ഫേസ് ഇടുമ്പോൾ ചില വീഡിയോയിൽ എഴുതാറുണ്ട്, നിങ്ങൾ ഫേസ് മാറ്റി, ഷോ ദ അതർ സൈഡ്. യുനോ ഡ്രേക്ക് എന്ന് പറയുന്ന ഹോട്ടലുണ്ടല്ലോ, ഷിക്കാഗോയുടെ ആദ്യത്തെ 500 വർഷം പഴക്കമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഹോട്ടൽ, ആദ്യത്തെ ഹോട്ടൽ. ഇപ്പൊ അത് വെസ്റ്റിൻ ഓൺ ചെയ്യുന്ന ആ ഡ്രേക്ക് എന്നുള്ള ആ ഒരു ബിൽഡിംഗ്, ഷിക്കാഗോ ഫയർ പോലും എനിക്ക് നശിക്കാത്ത ബിൽഡിംഗ് ആണ്. ശരി. ആ ഫയർ മൊത്തം ഡൗൺ പോയതാ, എല്ലാം റീബിൽഡ് ചെയ്തത്. ശരി. അന്നൊന്നും ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം അല്ല ഇതുപോലുള്ള വാർണിംഗ് ഒന്നും ഇല്ലല്ലോ. യുനോ കത്തുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കത്തുക. അതൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അതെ, നോക്കി നിൽക്കാൻ പോലും ആരും ഇല്ലല്ലോ. യുനോ അതിലോട്ട് കയറായിരുന്നു കാണണ്ട. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പോകുന്ന വഴി നമ്മുടെ വഴി നോർത്ത്. അതെ അതെ, സീത്രൂ ഇങ്ങോട്ടായി. സൂര്യകിരീടം നാട്ടിൽ ചെന്ന് ഇനി മൊത്തം വ്ളോഗ് ചെയ്യണമല്ലോ. ഞാൻ നാട്ടിൽ ഡ്രോണൊക്കെ കൊണ്ടുപോയി. ഇതൊക്കെ സിദ്ധത്തോട് പിടിക്കണം. ഞാൻ പറത്തി ഞങ്ങളുടെ 6ന്റെ മടക്കൂടെ കൊണ്ട് പറത്തി. ഇത് പോയി ഇടയ്ക്ക് ഒരു മരത്തിൽ തന്നെ പോയി ഞാൻ കയറി. എന്റെ കൺട്രോൾ വിട്ടുപോയി. എങ്ങനെയാ മരത്തിന്റെ മണ്ടേ പോയി കയറി. പിറ്റേ ദിവസം ഒരുത്തിന് 1000 രൂപ കൊടുത്തിട്ട് അത് കിട്ടി. പക്ഷെ അപ്പോഴത്തേനും കാലം കൈയൊക്കെ ഓടിച്ചാണ്. ഒന്നും പറ്റിയില്ല. വന്ന് ഞാൻ വീട്ടിൽ നിന്ന് പറത്തി. കുഴപ്പമില്ല. ഒരു എന്റെ ഇത് ഫാനിന്റെ ലീവ്. ഈ വലിയ ബ്ലോഗറാണ് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞേ. പുള്ളി തുടക്കത്തിൽ ഇത് മൊത്തം അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതിലൊക്കെ മേടിച്ചു. പുള്ളിക്ക് മനസ്സിലായി ഇത് പുള്ളിയെ കൊണ്ട് പറ്റുന്ന പരിപാടി. പുള്ളി പിന്നെ ഒരിക്കലും ഡ്രോൺ ഇട്ടുള്ളൊരു പടം ഇടാറില്ല. കാരണം ഈ എയർപോർട്ടിലൊക്കെ ഇത് പാസ് ചെയ്ത് കൊണ്ടുപോയി ബാഗിൻ്റെ അത് എല്ലായിടത്തും ഡ്രോൺ കൊണ്ടുപോയി ഒരു പടം എടുക്കാൻ ചെല്ലുമ്പോഴത്തേനോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് പറ്റി ഞങ്ങളുടെ സുഹൃത്തുക്കൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അവിടെ കുറെ എടുത്തു. പക്ഷെ നല്ലതായിട്ട് എടുക്കാൻ നോക്കുമ്പോ ഒന്നും വേദന ശരിയല്ല. നാട്ടിലെ മഴ, കാറ്റ്, കാലാവസ്ഥ ശരിയല്ല. ഈ മരത്തെ തന്നെ അതെ അതെ, ഈ നമ്മുടെ മല്ലു മലയാളി ഉണ്ടല്ലോ, മല്ലു, അവൻ്റേത് ഇതുപോലെ ഒരു തവണ മരത്തെല്ലാം കണ്ടുപോയി.
ഇവിടെ ഇപ്പം വടംവലിയുടെ ഷിക്കാഗോയിൽ വലിയൊരു ഉണ്ടായിരുന്നു. വടംവലി ഇന്റർനാഷണൽ അതിന്റെ ഏറ്റവും വലിയ ടൂർണമെന്റ്. അതിനിപ്പോ വടം വലിച്ച് നിങ്ങളുടെ അവിടുന്ന് കഴിഞ്ഞു. നിങ്ങളുടെ ടീം പെമ്പിളാരുടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആളുകൾ ഹൂസ്റ്റൺ ജയിച്ചെന്ന് തോന്നുന്നു. ഹ്യൂസ്റ്റൺ ആയിരിക്കില്ല, കാനഡക്കാരോ നല്ല വലിയക്കാരുണ്ട്. എന്നാ കാനഡക്കാരെ കൊണ്ടുപോയത്. കാരണം ഹ്യൂസ്റ്റണിലും വരാൻ വടംവലി ഉണ്ടായിരുന്നു. ഞാൻ കുറെ പിടിച്ചായിരുന്നു. ഞാൻ ഡ്രോൺ ഷോട്ട് എടുത്തേ. കുറെ കഴിഞ്ഞപ്പോ ഇത് എവിടെ പോയി, വലിയ ഇലക്ട്രിക് ലൈൻ എന്റെ സൈഡിലുണ്ടായിരുന്നു. അത് നമ്മളെ കളയും. സിഗ്നൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോ മോഡി പോകും. മോഡി പോയി കഴിഞ്ഞാൽ ഇത് പോയിച്ച് വന്ന് ലാൻഡ്, ഞാൻ പ്രാർത്ഥിക്കും ഇത് എവിടെ പോയത്. എന്നിട്ട് ലാൻഡ് ചെയ്തേ കുറെ കഴിഞ്ഞപ്പോൾ സാധനം താണു വരുന്നത്. എന്റെ ദൈവം വല്ലവന്റെ മണ്ടയ്ക്ക് പോയി. കാരണം ഈ ഫാനൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്തോലും പറ്റി. ഞാനത് അതെവിടെ പോയി ലാൻഡ് ചെയ്തെന്ന് അറിയാമോ? ആ വടം വലിക്കുന്ന ആ ഫ്ലോറിലോട്ട്. കാരണം അവിടുന്ന് ആയിരിക്കും ബിഗിൻ ചെയ്ത്. അതിന്റെ ഡിഫോൾട്ട് പോയിന്റ് അതായിരുന്നു. അല്ല ആളുടെ ദേഹത്ത് ഒന്നും മുട്ടി. ഞാൻ ഓടിപ്പോയി ഇതിനെ താണു വരുന്ന കണ്ടപ്പോഴേ ഞാൻ പുറത്ത് കൈ പിടിക്കാന്ന് കണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് ആളുടെ ദേഹത്ത് മുട്ടാതെ ഏതായാലും തറയിൽ തന്നെ പോയിരുന്ന. അവിടെ നിന്നൊരു പോലും അറിഞ്ഞില്ല സംഗതി വന്ന് താഴ്ന്നു. അവരതിന്റെ ആ സ്പിരിറ്റിലായിരുന്നു. വല്ലവന്റെ ദേഹത്ത് ഭയങ്കര പേടിച്ച. ഇനി ഞാൻ ഇനി മേലെ ആൾക്കൂട്ടത്തിൽ വാർത്ത ചെയ്യുന്നു. തന്നെയല്ലേ യൂറോപ്പിൽ ഈ ബ്ലോഗേഴ്സ് ഒക്കെ പറയോ ഒത്തിരി സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് ഇവിടെയും കാണുമായിരിക്കും. ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് എയർപോർട്ടിലിടം നമുക്ക് അവരുടെ ഇതില്ല പറ്റില്ല, ലൈസൻസ് ഇല്ല നമുക്ക് പറ്റുകയില്ല. രഞ്ജി ഇന്നലെ തന്നെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് ബാഗ് കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇത് ഷൈനയുടെ ബാഗിലായിരുന്നു. അവരുടെ സ്ക്രീനിൽ ഇത് പോക്കറ്റ് കത്തിയാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അവര് ശൈലിയോട് പറഞ്ഞു ഡോണ്ട് ടച്ച്, മാറിങ്ങാ പറഞ്ഞു. എന്റെ ബാഗിലും അല്ലല്ലോ, അവിടെ ബാഗില. ശൈലി പേടിച്ചു. നമ്മൾ ഈ ബാഗ് ഞാൻ കൊണ്ടുവന്ന ആ ബാക്ക് പാക്ക് നമ്മൾ ഈയിടെ CSI കോൺഫറൻസിന് പോയപ്പം കൊണ്ടുപോയായിരുന്നു. ഇനിയും വല്ല ആപ്പിള് മുറിക്കാനോ വല്ലോ ഞാൻ വല്ല കത്തി അതിനകത്ത് വെച്ചോ തപ്പിയപ്പം കിട്ടാൻ ഞാൻ അവര് പറയുന്നത് നിങ്ങളുടെ ഇപ്പൊ കത്തി ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഒരു സാധനം ഇല്ല. അവസാനം അവര് ഇത് ആദ്യം എടുത്തു, ഇതല്ല എന്ന് പറഞ്ഞ് വല്ലേടി മാറ്റി വെച്ചു. എന്നിട്ട് അതിന്റെ ഓഫീസറെ വിളിച്ചിട്ട് വന്നു. അയാള് വന്നെല്ലാം നോക്കിയിട്ട് അവിടെ എല്ലാ ചെറിയ പേഴ്സും വലിയ പേഴ്സും പാസ്പോർട്ടിൻ്റെ കോപ്പി അതെല്ലാം നോക്കിയിട്ട് അവസാനം പിന്നെയും വീണ്ടും ഇത് പൊക്കി. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറയുന്നുണ്ട് സെൽഫി സ്റ്റിക്കാണ്. അപ്പം പുള്ളി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതിന് പ്രോബ്ലം ഇല്ല എന്നാണ് തോന്നുന്നത്, നീ പൊയ്ക്കണം പറഞ്ഞു. ഇനി ഇത് കാരണം ഇത് ഹാൻഡിയാ, പോക്കറ്റിൽ കിടന്നോളൂ, നമുക്ക് പെട്ടെന്നൊന്നേ. കാരണം ക്യാമറ പിടിച്ചോണ്ട് വന്നാലുണ്ട് തട്ടി താഴെ പോകും, കൈ ഫ്രീ ആവും. നമുക്ക് സ്റ്റഡി ആയിട്ടൊന്ന് ഈ ഗിംബലിനല്ല ഗുണം. ഗിംബലിങ്ങനെ ഒത്തിരി വലിപ്പമില്ലേ, പിക്ചർ സ്റ്റഡി ആവും അല്ലേ. എൻ്റെ ചെറിയൊരു ഗിംബൽ ഉണ്ടായിരുന്നു, പക്ഷേ ഷിക്കാഗോ റിവർ നല്ല ഷോട്ട് കിട്ടും. ട്രംപ് ബിൽഡിംഗ് അപ്പുറത്തുണ്ട്. അവന്റെ ടവർ കാണണ്ട, നല്ല ഹൈറ്റാ. അതൊക്കെ പോയി, പുള്ളിങ് ഒത്തിരി കച്ചവടത്തിലൊക്കെ ഒത്തിരി പോയി. സൂര്യകിരീടം ന്യൂയോർക്കിലെ ട്രംപ് ടവർ തന്നെ നല്ല അവൻ പ്രൈം പോയിന്റിലെല്ലാം. ഇത് സിറ്റി മെട്രോ ബസ് ആണെന്ന് അല്ലേ? കോർണറിലുണ്ട്. അതിന്റെ ട്രെയിനും ഉണ്ട്. സിറ്റി ട്രാൻസ്പോർട്ട്, ഷിക്കാഗോ ട്രാൻസ്പോർട്ട് അതോറിറ്റി. സിറ്റി ഫിലാഡൽഫിയയിലുണ്ട്, അത് സെപ്റ്റ എന്നാ പറയുന്നത്. സെപ്റ്റ അവരുടെ സിറ്റി ഫിലാഡൽഫിയ. സെപ്റ്റയുടെ മെട്രോയും ബസ്സിനകത്തോട് വലിച്ചോണ്ട് നടക്കുന്ന ഡ്രൈവർമാരെ സമ്മതിക്കും. എനിക്ക് ജോലിക്ക് വന്നപ്പോൾ ഇവിടെ വലിയ ആഗ്രഹമായിരുന്നു അമേരിക്ക വന്നപ്പോൾ ഇതിന് ഡ്രൈവർ. നല്ലത് ഗവൺമെന്റ് ജോബുമായിരുന്നു, പക്ഷെ പിന്നെ അങ്ങ് പഠിച്ചേക്കാം. എന്റെ ലൈനിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് എന്താ ആളാ ഷൈനി. നോക്കിയാൽ ഡൗൺ ടൗൺ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ടൂറിസ്റ്റുകൾ നല്ലവരുണ്ട് കേട്ടോ. ട്രംപ് ടവർ, വാ. ഇത് ദുബൈയിലെ ബുർജ് ടവർ പോലിന്റെ ഒരു ചിക്കാഗോ വെസ്റ്റേൺ ട്രംപ് ടവർ, വാ.
വാ 100% ആയില്ലേ ഉള്ളു അത്ഭുതം. This is the biggest Trump Tower, Chicago River Line. It's a city of beauty. ഇത് ഇഷ്ടം പോലെ നല്ല ഷൈനി. It is far far bigger. പിന്നെ നമ്മളതിൻ്റെ ഡൗൺ ടൗൺ എടുത്താലും ഇത്ര ഇങ്ങനൊന്നും പോരാ. അതും ഭയങ്കര ആർക്കിടെക്ചറല്ലേ. അതൊരു നമ്മുടെ നാട്ടിലെ ഈ ഇഡലി പാത്രം വെച്ച അതെ അതെ അത് ഇഡലി പാത്രം, ഇഡലി തൊട്ട് തമിഴന്മാര് അടുക്കി വെച്ച പോലെ ഉണ്ട് ഓരോ കപ്പില്. സൈഡ് ഉണ്ടല്ലോ ഇത് ഇഡലി പാത്രമല്ലേ? ഇഡലി ബിൽഡിംഗ് അത് വിളിച്ചാൽ ശൈലി. ഇത് ഫ്ലവർ ഏത് രീതിയിലാണ്? ആമ്പൽപ്പൂ. അതിന്റെ ലീഫായിരിക്കും പീറ്റിന്. യുനോ മോളിൽ നോക്കിയാൽ ചിലപ്പോ അങ്ങനെ ചിലപ്പോ തോന്നുന്ന മോളി ഫ്ലാറ്റ് അല്ലേ? അല്ല എന്നാലും ആ സർക്കിൾ വണ്ടി പുറകെ കയറ്റിടാവുന്ന രീതിയിലാണ്. അല്ല ഒരു റിവേഴ്സിലൊന്നും തട്ടിയാൽ റിവേഴ്സിലും തട്ടിയാൽ പോരും. മൊത്തം പാർക്കിംഗ് ആണോ? അല്ലല്ലോ മൊത്തം ബിൽഡിംഗ് പാർക്കിംഗ്. അപ്പാർട്ട്മെന്റ് ആണോ? ഹോട്ടലൊക്കെ കാണും അല്ലേ? റിവറിന്റെ സൈഡ്. ഓ താഴെ ഏറ്റവും ലോ ഫ്ലോർസിലെ ആ നടുക്ക് കണ്ടോ എം ടി സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലോർ കംപ്ലീറ്റ് അവർ എം ടി സ്പേസ് പോലെ. നല്ല അവരുടെ ആണ് അവരുടെ ഇതിന്റെ ഇതൊക്കെ ഈ എയർ കണ്ടീഷൻ സിസ്റ്റംസ് ഒക്കെ വെക്കുന്ന. വെള്ളമുണ്ടോ? വെള്ളം ഞാൻ കുടിച്ചിട്ട് അതിന്റെ പകുതി പൊട്ടിച്ചു. ഷിക്കാഗോ സിറ്റി ഹൃദയഭാഗങ്ങളാണ്. ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പുതിയ കമ്പനിയാണ്. കമ്പ്യൂട്ടറിന്റെ ഒരു വലിയ പാലമെല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ, വലിയ ബോട്ട് വരുന്നുണ്ട് ഇങ്ങനെ പോകുന്നു. ഹാഫ് ആർച്ചല്ലേ? ഓ അപ്പുറം ഉണ്ട്. ഇതിന്റെ മിനി കോപ്പിയാ കുട്ടനാട്ടിൽ മുഴുവൻ. അവിടെ എല്ലാം ആ ബോട്ട് വരുമ്പോഴത്തേന് ആൾക്കാർക്ക് പൊക്കി കൊടുക്കുമല്ലോ. അങ്ങനെ പല പാലങ്ങളും ഉണ്ട്. ഈവൻ നമ്മുടെ സർവീസ് നടത്തുന്ന ബോട്ടുകൾ വരുമ്പം പോലും പൊക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് പണിയാനുള്ള പൈസ ആയില്ല. ഇതൊക്കെ എത്ര വെയിറ്റ് ആയി ഇതെന്ന്. അത് താക്കുന്നുണ്ട് ഇല്ലേ? ചിരിച്ചിരി പോകുന്നില്ലേ? ട്രംപ് പറഞ്ഞാണ് ഇപ്പോൾ താക്കാൻ. അല്ല അത് ക്ലോസ് ചെയ്യാടി അടയ്ക്ക ആൾക്കാർ പൊങ്ങിയതാ. രാവിലെ 10 മണിയായപ്പോൾ തുറക്കണ്ട. ഇതൊരു ലേഡിയുണ്ട് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നേ. ഇതുപോലെ ഒരു ആക്സിഡന്റ് നടന്നു. ഇത് കാറുകളെല്ലാം പോയി അപ്പുറം ഇപ്പുറം ഇല്ലാത്തപ്പോഴാണ് ഇത് പൊക്കേണ്ടത്. അവള് അപ്പുറം ഫ്ലാഗ് കാണിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കാറുണ്ടായിരുന്നു. അവള് ലാസ്റ്റ് മിനിറ്റ് ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണ് ഇവിടെ പൊക്കുന്നത്. നേരെ തല കുത്തി വെള്ളത്തിൽ പോയി. അവള് ചത്തുപോയി. എന്നാ സ്യൂ വന്നതെന്നറിയാം. കാരണം ഒരിക്കലും സംഭവം മേളിലാണുണ്ട്. അവര് ഫ്ലാഗ് കാണിക്കുന്നുണ്ടേ. തിരിച്ചു പോക്കുക അതേ കാണല്ലോ. ഓർഡർ തെറ്റിപ്പോയി. ഇതാണ് ആമസോൺ റിട്ടേൺ എന്ന് പറയുന്നത്. തിരിച്ചു വിളിച്ചു. ആമസോൺ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. സാധനം ഇഷ്ടപ്പെട്ടില്ല, റിജക്ട് ചെയ്ത്.
ഈയിടയിൽ ആമസോണിൽ വേറൊരു ആമസോൺകാർക്ക് ഒരു പോളിസി ഉണ്ട്. 10 രൂപ താഴെയുള്ള സാധനം ഓർഡർ ചെയ്താൽ റിട്ടേൺ ആണെങ്കിൽ തിരിച്ചു വെച്ചോളാൻ പറയും. നമുക്ക് അത് വെച്ചോളാൻ പറയും. നമ്മൾ വെച്ചോളാൻ വേണ്ടി പൈസ തരികയും ചെയ്യും. ഒരാൾ അത് വെച്ചാൽ ബിസിനസ് തുടങ്ങി 10 രൂപ. എന്നിട്ട് ഈ സാധനം മുഴുവൻ അവൻ വേറൊരു തൊള്ള വിൽക്കുക. എങ്ങനെയുണ്ട് ആമസോണിലെ വിറ്റ് കാശനാക്കത്. ഇപ്പം ഇത് മനസ്സിലാക്കിയത് ഒരാൾക്ക് തന്നെ റീഫണ്ട് പോകുന്ന പോക്കി എല്ലാം റീഫണ്ട്. അവൻ ഇപ്പൊ പോളിസി അവരുടെ വലിയ ബില്യൻസിന്റെ ഇടപാടായി പോകുന്നത് അവന്. കാരണം 10ന്റെ നമ്മൾ ഒരാളുടെ വേൾഡ് വൈഡ് ഒന്ന് ഓർത്ത് നോക്കിയാൽ $10 താഴെയുള്ള സാധനം ഇന്ത്യയിലാണെങ്കിൽ $10 എന്ന് പറഞ്ഞാൽ രൂപ 800-ന്റെ. അല്ല ഇത് അമേരിക്ക തന്നെയാണ് വരുന്നത്. അവരാ പോളിസി റീറൈറ്റ് ചെയ്തു. ഇനി മേലിൽ അത് 1 രൂപ സാധനമാണെങ്കിലും നിങ്ങൾ കൊണ്ട് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് വരത്തുള്ളൂ. ഇതൊന്ന് ഓർത്ത് നോക്കിയാൽ ഒരു ലൂപ്പോടെ നമ്മൾ ഒരു ഉടുപ്പ് മേടിച്ചാൽ അതിൻ്റെ അകത്ത് കീറുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും വേണ്ട. അവരും പറയും ഞങ്ങൾക്കും വേണ്ട, നിങ്ങൾ വെച്ചോളാൻ പറയും. അക്സെപ്റ്റ് ചെയ്ത് കാരണം റീഫണ്ട് ഇല്ല. നമ്മൾ പറയുന്ന കഥ കേട്ടു. ഞങ്ങൾ ഹോളിലാൻഡ് ഞാൻ പോയതാണ്. കോവിഡിന് മുമ്പ് ഒന്ന് പോയി. നല്ല സമയമായിരുന്നു. നിങ്ങൾ പോയോ? ഞങ്ങളും പോയി. എനിക്ക് ഈ കൊന്ത കണ്ടപ്പോഴാണ്. ഓ ഇതല്ലേ? ഓ ഇത് അവിടുത്തെ ഇത് നാട്ടിലെ നാട് ഹോളിലാൻഡ് ആണല്ലോ. പക്ഷെ നല്ല സമയമായിരുന്നു. അവിടെ പോയാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ ലെബനൻ വാറും ഒക്കെ കാരണം ബുദ്ധിമുട്ടായി. ഇസ്രായേലും ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഈ പറഞ്ഞ പോലെ എല്ലാം റെക്കോർഡ് ചെയ്തോണ്ട് വന്നേ. എന്റെ ഗിംബൽ പിടിച്ച് ഞാൻ ഒത്തിരി റെക്കോർഡ് ചെയ്തോണ്ട് വന്നു. എന്നാലും ഇപ്പഴും ഇരിക്കുന്നേ ഉള്ളൂ. എഡിറ്റ് ചെയ്തില്ല. എന്റെ ബിസിനസ് കാർഡ് അതിന്റെ ഒരു സൈഡാ വെച്ചേക്കുന്നത്. ശരി. ഫോട്ടോഗ്രാഫി ഇലക്ട്രോണിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ ശനി? അതല്ലേ അതിൻ്റെ അത് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം സെറ്റപ്പുകളാണ് ഉള്ളതെന്നറിയാമോ ശനി? ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ലേ. നമുക്ക് തീർന്നില്ല. നമുക്ക് ഇവിടെ നിൽക്കാൻ എത്രമാത്രം അതിന് ഇത് അതർ സൈഡും വന്നടി കണ്ടോ? ഇത് അതർ സൈഡ് താഴുന്നില്ല, വരുന്നുണ്ട്. മറ്റേതോ ഒന്നില്ല. ഇവരെന്തോ ടെസ്റ്റ് ചെയ്യുവാന്നോ? ടെസ്റ്റ് ചെയ്യല്ല. അതെ ഇവൻ ചെന്ന് ഇരുന്നിട്ട് വേണം മറ്റേ ഒരാൾക്ക് അറിയത്തുള്ളൂ ഈ പണി. ഇവനപ്പുറത്ത് ഓർഡർ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. ഒരു ബോട്ട് ഹാഫ് ലൈൻ ആകട്ടോ. പക്ഷേ ഇനി അവര് അപ്പുറത്തെ സൈഡ് ഇതോടെ കയറ്റി വിട്ടിട്ട് വേണം അവനെ താക്കാൻ. ഫുള്ള് ഇതൊക്കെയാ കാണേണ്ടത് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ പ്രോഗ്രാം വെച്ച് വരണം. ഇതൊരു ടൂർ എടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡ് ചെയ്യാൻ പറ്റുള്ള ചരിത്രമല്ല അവരാ പറയാം അതിൻ്റെ അകത്തല്ല. അതെ 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 അടി കൂടെ പോകുന്നേ ഉള്ളു. അതെ അവൻ താക്കുന്നുണ്ടോ? പൊട്ടുതേ ചെയ്യത്തില്ല. കാരണം അതൊക്കെ ഹൈറ്റില്ലേ നിൽക്കുന്നത്. ഇത് ആ ഹൈറ്റൊന്നും താഴത്തില്ല ഷൈനി. ബട്ട് യുനോ ഇതാണ് ആമസോൺ റിട്ടേൺ. ജോയിൻ്റായി മാറുന്നു. അപ്പൊ ഇതൊരു സർട്ടൻ ആംഗിൾ അത്രേ ഉള്ളു. ജോയിൻ ചെയ്യുള്ളൂ കേട്ടോ. അതെ മൊത്തം താഴേക്ക് ഇടുന്നില്ല. അന്നേരം ഒരു ഹാഫ് ആർച്ചാണ് കറക്റ്റ്. ശനി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വേണോ എനിക്കത് ഷെയർ ചെയ്യാൻ. അല്ല ഞാനതുകൊണ്ട് പ്രത്യേകം എടുക്കുന്നില്ല. ഇതൊന്നും എപ്പോഴും കാണാത്ത ഞാൻ നമ്മുടെ ജീവിതത്തിൽ ആ നോക്കി പോവുകയും താഴെ ചെയ്തില്ല. ഭാഗ്യത്തിന് നമുക്ക് നല്ല ഈ മുന്നേ വണ്ടിക്കാരനെ അതെ അതെ അതെ. ആ ബോട്ടുകാർ തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അല്ല വേറെ അത് വേറെയാ. അതവിടെ തിരിച്ചു വരുന്നതാ. ഇങ്ങനെ വല വന്നോണ്ട് കൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി ഇനിയിപ്പോ അതിൻ്റെ ഇടയിൽ ഒരു റബ്ബർ മാറ്റമൊക്കെ ഇടും കണ്ടോണേ. ജോയിൻ ചെയ്യാൻ ആരും കാണാതിരിക്കാൻ വേണ്ടി. രണ്ടും ഒരുപോലെ ആംഗിൾ കേട്ടോ. കാരണം 0 ഗ്യാപ്പ് വേണമല്ലോ. ഒരുമിച്ച് വന്നിട്ട് വേണമല്ലോ അതിനെ.
കയറ്റുമായിട്ട് റെഡിയാക്കാൻ. ഇത് താണുപോയി, ഈ വണ്ടിക്കാരും എന്താ കാണുന്നു നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. അതെ, അവർ WSR ഇട്ടിരിക്കുക കേട്ടോ. നമുക്ക് പോകണം കേട്ടോ, ലെഫ്റ്റ് ഇട്ട്. അല്ല, നമുക്ക് ഡബിൾ ഇടാം. പുള്ളിയുടെ വണ്ടി കേടായി. അതെ, അവിടെ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല കാര്യം, ആരും നമ്മളെ വന്ന് ഓടിക്കുകയില്ല. നമ്മളെ മുന്നിൽ കിടക്കുന്നവർ പോകുന്നില്ല. നമുക്കിത് കാണാൻ കിട്ടിയ ഒരു അവസരം കിട്ടി. അത് ലെവലായി 0. അത് ഹൊറിസോണ്ടൽ തന്നെയാണ്. ഇനി മറ്റേത് വരും. ആൾക്കാർ വിചാരിക്കും നമ്മൾ എന്ത് വിധത്തിനെ പറ്റി പറയുന്നേ. 1 2 3 4 ഇപ്പം ആദ്യത്തെ കാർ വരും. ചങ്ങനാശ്ശേരിയിലേക്കാണ് ഇപ്പം തന്നെ എഡ്ജ് അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഈ ജഗാറയിലൊക്കെ അങ്ങോട്ട് കയറഴിക്കാനിരിക്കും എന്ന് പറയാമോ, റെയിൽവേ ക്രോസ് ചെയ്യുന്ന പോലെ. അതെ, പോയി കഴിഞ്ഞാൽ ഇത് കൂടി മുട്ടിയില്ലല്ലോ, മടി വേണ്ട സാധനം പോയി. അല്ലെ അവിടുന്ന് വരുന്ന ജമ്പി അയച്ചോണ്ട് ഇപ്പൊ വരും. അതെ അതെ, പക്ഷെ ബോട്ടിന് ഇപ്പോഴും പോകാം കേട്ടോ. വേറെ എന്തോ വലിയ സാധനം പോകാൻ വേണ്ടിയാണ് ഇത് ബുക്ക് ചെയ്ത് കേട്ടോ. ഈ ബോട്ടുകൾക്ക് ഇപ്പോഴും പോവാം. അതെ അതെ, ടച്ചായി കേട്ടോ. അതെ അതെ, ആ അതെ, സിഗ്നൽ വരും, വണ്ടി പോകാൻ തുടങ്ങും കേട്ടോ. ഞാനത് ഫ്രെയിം മാറിപ്പോയായിരുന്നു. അല്ല, റെക്കോർഡാകുന്നുണ്ട്. അല്ല, ഓ ഫ്രെയിം ഇച്ചിരി വലുതായപ്പോൾ അത് കാണും ചിലപ്പോൾ ഇതിൻ്റെ അത്. ആദ്യത്തെ ആൾ വരാനുള്ള ശ്രമമായെന്ന് തോന്നുന്നു. അവിടുന്ന് പൊക്കി കേട്ടോ. അതിന്റെ റെയിൽ ഇത് പൊക്കിയല്ലേ? അതെ, ആ അതെ, 1 2 3 4 ആൾക്കാർ നടക്കുന്നവർ വന്നു കഴിഞ്ഞു. അല്ല, കാറും വന്നു. വണ്ടി വന്നു. നമ്മൾ ലെഫ്റ്റ് ട്രാക്കിലോട്ട് എടുത്തു കേട്ടോ. ഇവനെ ഇവിടെ ലോഡ് ഇറക്കുക. കാറുകാർ കയറി നമ്മുടെ അല്ലല്ല, അവനല്ല, അവരങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരാ കേട്ടോ. ഓ, ഇത് തുറക്കാൻ നിൽക്കുന്നവരായിരുന്നല്ലേ. നമുക്ക് അങ്ങോട്ടാണോ പോണ്ടേ? അല്ല, ഓ, ഇത് ഇപ്പം കണ്ട ആരെങ്കിലും പറയും ഇവിടെ ബ്രിഡ്ജ് ഇങ്ങനെ ആയിരുന്നെന്ന്. കണ്ട പോക്കി കൂടെ ആയിരുന്നു സംസാരം കേട്ടോ. ഇവനാ മെയിൻ പുള്ളി. അവൻ പൊക്കാന്ന് നീ കാറ് പോകുമ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി. ഇപ്പൊ ഇസ്രായേൽ ലെബനോൺ വണ്ടി കൂടെ നോക്കിട്ടോ കൂടെ പൊട്ടുവോ? അയ്യോ, കൊള്ളാം. എന്താ പരിപാടിയാ അവരത്തെ ഇസ്രായേലിനെ സത്യം പറഞ്ഞാൽ ലോകത്തിനെല്ലാം ഇപ്പൊ ഒരു ഇതായിപ്പോ ഇലക്ട്രോണിക്സിന്റെ ശേഖറിനകത്ത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞു. ഈ പാലങ്ങളെല്ലാം ആ ടൈപ്പാ കേട്ടോ. വാ, ഗവൺമെന്റ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെ അതെ. മെക്ഡോണൾഡ്സിന്റെ ആസ്ഥാനം ഷിക്കാഗോ ഇല്ലേ? ആണേ. മെക്ഡോണൾഡ്സ് അത് ഞങ്ങളുടെ വീടിനടുത്ത് ഓക്ബ്രൂക്ക്. അവിടെ ഡെസ്പ്രൈൻസ് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ ഫസ്റ്റ് മെക്ഡോണൾഡ് അവർ മെക്ഡോണൾഡ്സിന്റെ ഓഫീസാണ് ഞങ്ങളുടെ അടുത്ത് ഓക്ബ്രൂക്ക് എന്ന് പറയുന്നത്. അതൊരു വേൾഡ് വൈഡ് ഇതായി. യുനോ, റഷ്യ പോലും മാക്ഡോണൾഡ്സ് തന്നെയാണ്. ഒരു മണി നമുക്ക് ഷിക്കാഗോ ടൂറിസ്റ്റ് സിറ്റി ഇങ്ങനെ ആകും. മിക്കവാറും എല്ലാം വെളിയിലാണ്. ഇനി ലേക്ക് ഷോറിൽ നിന്ന് അപ്പുറത്തോട്ട് പോയാലും ഇതുപോലെ നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ നമ്മുടെ ലൂത്തറൻ സെമിനാരി എന്ന് പറയുന്നതൊക്കെ ഉള്ളു നമുക്ക്. പറ്റിയില്ല. ഈ സെൻറ്ററിൽ കൂടി ഈ റിവറുള്ള വലിയൊരു അട്രാക്ഷൻ ആയി പോയി കേട്ടോ. യുനോ, ഇതിന് മിച്ചിഗൺ റിവർ എന്നാ പറയുന്നല്ലേ? അല്ല, ഇത് ചിക്കാഗോ റിവർ ലേക്കാ, മിഷിഗൻ ലേക്ക് അല്ലേ? ഓ, നിങ്ങൾ മിഷിഗണുമായിട്ടുള്ള ബോർഡറാണോ ആ ലേക്ക്? ബോർഡർ ബോർഡർ അല്ലേ?
അവർക്ക് ഈ ലീക്കിന്റെ എഡ്ജ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് അവിടെ ഉണ്ട് ഒരു ഹാഫ് ബ്രിഡ്ജ് പൊക്കി നിർത്തിയിരിക്കും. Thus we have ended the downtown half tour. Let's see another one. Okay da, okay. Okay, എനിക്ക് മനസ്സിലാവും. എപ്പോഴാ പഠിപ്പിക്കാതെ ശാന്തി ഓം ശാന്തി. ഇതൊക്കെ വൺ വേ ഒത്തിരി ഉണ്ടേ. നോക്കിയില്ല കയറി അങ്ങ് പോകും. അതെ അതെ. ഞാൻ പറഞ്ഞു നീ ഓടിക്കുന്ന അവിടെ അടിച്ചോണ്ട് നമ്മളാ ഡ്രൈവ് ചെയ്യുന്നത്. അതെ അതെ. ആദ്യമൊക്കെ എനിക്ക് ഓൺ അടിക്കുന്ന ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. ഞാൻ മെന്റലി ഡിസ്റ്റർബ് ആവായിരുന്നു. ഇപ്പം നീ എന്നടിയാൽ നീ അവിടെ നിൽക്കാൻ പറയും. ധൃതിയാണെങ്കിൽ കയറി പോകും. ഇതിന് മുകളിൽ കാർ ലൈനാണോ? ഇത് റെയിൽവേ ലൈനാ. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ ആ ലേക്കിന്റെ അടി കൂടെ ഒരു വെക്ക ഡ്രൈവ് എന്നും പറഞ്ഞുണ്ടല്ലോ. മേളിൽ കൂടെ താഴെ കൂടെ 3 ലെവലിൽ റോഡുണ്ട്. ഇത് റെയിൽവേ ലൈനാ. റെയിൽവേ ലൈൻ എന്നാ സ്റ്റീലാ കൊടുത്തിരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ ഇത് ചിലപ്പോൾ എത്ര നട്ട് ബോൾട്ട് ഇതെല്ലാം ഉണ്ടേ. അതെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത സമയത്തെ ഓക്കെ താങ്ക് യു. നമ്മള് ബോൾട്ട് നോക്കാൻ പോയതാ. അതെ Aspen Group. Take care. Oh, ഇവിടെ ഡ്രൈവ് ചെയ്തപ്പോ ഈ നമ്മൾ ഇച്ചിരി മുന്നോട്ട് വന്നത് നിന്ന് പോയി. വരവ് കണ്ടപ്പോഴേ ഒരു സൈക്കിളുകാരൻ വന്ന് അവന്റെ അവൻ ചവിട്ടി നിർത്തി ആവൂന്നൊക്കെ കാണിക്കാൻ തുടങ്ങി. കൈ ഞാൻ പറയും സോക്കെ ഗോ. അവൻ അകലോ കണ്ട് ഈ സിബ്ര ഈ നമ്മുടെ ഈ ക്രോസിംഗ് അവിടെ വരെയോട്ട് ചെന്നങ്ങ് അവൻ അതിലെ ഇങ്ങനെ സൈക്കിൾ കൊണ്ട് ക്രോസ് ചെയ്തു. മനസ്സിലായി. അവൻ പേടിച്ചാപ്പാണ്. അവന് ജീവിതം ഒന്നേ ഉള്ളേ. റെഡി. താങ്ക് യു. പഴയ സൈക്കിളുകാരൻ്റെ ഓർത്തൊക്കെ ഈ നട്ടുച്ചയ്ക്ക് ഒരു ഡോഗിനെ കൊണ്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലേ. എന്നാലും ആ ഡോഗ് കാല് പൊക്കുന്നുണ്ട്. അവിടെ ആ വൺ വേ തെളിയില്ല. അതിന്റെ argument കാണിച്ച പോവുള്ളല്ലോ. അവന് ചിക്കാഗോ ഡൗൺ ടൗൺ കാണാൻ വന്ന. See this gentleman. CS Tower ബാക്കില് ഉണ്ട്. അപ്പോൾ യൂട്യൂബ് എടുത്ത് വരണോ? കണ്ടല്ലോ. നീ അതിന്റെ പടിക്ക് കൂടെ ഡ്രൈവ് ചെയ്യണോ? വേണ്ട. ഇതിന്റെ ഒരു ഹോൾഡറേ എന്റെ കൈയാ. എനിക്കിതാ ഞാൻ പലതും നോക്കിയിട്ടുണ്ട്. ഈ സ്ട്രോക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ അന്നേരം വാങ്ങിച്ചു വന്നു. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ അതല്ലേ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും അങ്ങോട്ട് ഞാൻ നോക്കാൻ ഇതാകുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാനും ഞാൻ ഇവിടെ വെച്ച് നോക്കി. പക്ഷെ ചില സിറ്റികൾ ഹാൻഡ് ഫ്രീ ആണ്. അറ്റ്ലാന്റ, ജോർജിയ. ഞങ്ങൾ ഈ കോൺഫറൻസ് ചെയ്തപ്പോൾ അവിടെ ഹാൻഡ്സ് ഫ്രീ ആണ്. അവിടെ മൊബൈലിൽ ഒന്നും കൈവെക്കാം. ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും. ആ സ്റ്റേറ്റ് ആണ്. ഇവിടെ എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ ഫ്രീ ഉള്ളപ്പോൾ ഇവിടെ അവർ പറഞ്ഞു അങ്ങ് ഇവിടെ എല്ലാം ഭയങ്കര
നിയമമാക്കി. ഇപ്പോഴും പോലീസ് നമ്മളെ നിർത്തുമ്പോൾ ഇങ്ങനെ പിടിച്ച് കണ്ടു കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഞാൻ രഞ്ജിക്കേ നാട്ടിലെ ഫോൺ നമ്പർ തരാവേ, ആ പുള്ളിക്ക് ഒന്ന് വിളിക്കാൻ പറയണേ, വിക്രമിനോട്. നിങ്ങളുടെ നാട്ടിൽ ചെന്ന് ബിസി ആവുമല്ലോ. ഇച്ചിരി ബിസി. ഇപ്പം അതിന് 12-ാം തീയതി 15-ാം തീയതി വരെ ബിസിയാണ്. പക്ഷേ ഞങ്ങൾ 19-നാണ് പോരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഒരു 12-ന്റെ ഡേറ്റ് കൊടുത്തു കേട്ടോ. ഞാൻ അതനുസരിച്ച് ഞാൻ മാച്ച് ചെയ്തിട്ടോളാം. 12 പുള്ളി 11-ാം തീയതി ദുബൈയിൽ നിന്ന് പോവുള്ളൂ. ഉള്ളോ? ഓ, അതൊരു പ്രശ്നമാണ്. ഓക്കെ, എന്നാൽ 15 കേട്ടോ. 11-ാം തീയതി ദുബൈയിൽ നിന്നുള്ള ടിക്കറ്റ് പുള്ളിക്ക് തിരിച്ച്. ഇപ്പം ദുബൈയിലാണ്. ഇപ്പോൾ ദുബൈയിലുണ്ട്. ഓക്കെ, ഏതായാലും ചോദിച്ചു നോക്കാം പുള്ളിക്ക് എന്താ അവൈലബിലിറ്റി ഉണ്ടോ, 18-നോ 15-നോ. ഓക്കെ, ഫ്ലാറ്റ് ആയി ഇവിടുത്തെ കഴുത്തിന് പുറകിൽ വന്ന് പിടിച്ച് വാലറ്റ് അടിച്ചോണ്ട് പോയതാണ്. ഈ ഇത് ഇഷ്യൂ ഉള്ളപ്പോൾ, ഈ കാറിൻ്റെ പ്രാവശ്യം ഉള്ളപ്പോൾ അല്ല, അത് ഒത്തിരി നാളായി. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ അധിക സമയം ആകുന്നതിന് മുമ്പ് ഒരു ടയർ ഫ്ലാറ്റായി. ഫ്ലാറ്റായി കഴിഞ്ഞാൽ രാത്രി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ടയർ മാറിക്കൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, അന്ന് ഹെവി സ്റ്റോമും ആയിരുന്നു. ഞാൻ തന്നെ ഹെൽപ്പിനൊക്കെ ഇവരെ ഒന്ന് വിളിക്കാൻ അന്ന് നമുക്ക് അറിയത്തില്ല. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ആയിരുന്നു. റൈറ്റ് സൈഡിലോട്ട് പുള്ളി ചെയ്തിട്ട് ടയർ തന്നെ മാറുമായിരുന്നു. തന്നെ മാറി ഓൾമോസ്റ്റ് തീരാറായപ്പോ പുറകിലൊരുത്തം വന്ന് നിർത്തി. നമ്മളെ ഹെൽപ്പ് ചെയ്യാനാന്ന് വിചാരിച്ചു. നിർത്തിയിട്ട് വന്ന് ചോദിച്ചു, ഡു യു നീഡ് എനി ഹെൽപ്പ്? അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഐ എം ഓൾമോസ്റ്റ് ഡൺ എന്ന് പറഞ്ഞു. തീർന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. അപ്പൊ അവൻ തിരിച്ചു പോകുന്ന ഞാൻ കണ്ടേ. അപ്പം നമ്മൾ ഈ ജാക്കറ്റ്, വിന്റർ ജാക്കറ്റും എല്ലാം തലയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അവരും അതുപോലെ ഇട്ടിട്ടുണ്ട്. ഫുഡും എല്ലാം. അപ്പൊ ഞാൻ മതി എന്ന് പറഞ്ഞ് അവൻ പോയി കഴിഞ്ഞപ്പം ഞാനെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ തീരാറായപ്പോ അവസാനം രണ്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, ഇവിടുത്തെ പുറകെ കൂടെ വന്നിട്ട് ഈ കഴുത്തിൽ കൂടെ ഒരു കൈ, അവൻ വണ്ടി മാറ്റിയിട്ടിട്ട് വണ്ടി പുറകെ കിടപ്പുണ്ട്. അവന്റെ കുറെ ദൂരമാണ് കിടക്കുന്നത്. എന്റെ കഴുത്തിന്റെ ഈ ചുറ്റിനും ഒരു കൈ വീണത് എനിക്കറിയാം. അന്നേരം എനിക്ക് സംഗതി മനസ്സിൽ വന്നു, നമുക്ക് പിടിച്ചെന്നുള്ളതേ. ഞാൻ അപ്പം അങ്ങ് എണ്ണീച്ചു. അനങ്ങാതെ എണ്ണീച്ചു കഴിഞ്ഞോണ്ടേ അവന് എന്നോട് പറഞ്ഞു ഡോണ്ട് മൂവ് എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കെ അതെന്റെ ഈ അവന്റെ നല്ല ഹൈറ്റ് ഉള്ള എന്നെക്കാട്ടും നല്ല ഹൈറ്റാണ് ബാബു. അതായത് ഡോണ്ട് മൂവ്, നമ്മൾ അവനെ ഒന്നും തൊഴിക്കണ്ട. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു നല്ല നമ്മളെ പിടിച്ചേച്ച്. അപ്പൊ എന്തെങ്കിലും നമ്മളെ കുതിർവ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചിലപ്പോ തോക്ക് ഇവിടുത്തെ കടമ്പരുടെ ഏറിയ ഇത് മൊത്തമായി. അപ്പൊ അവനെന്തോലും പ്രശ്നം നമുക്ക് തോക്കെടുത്ത് വന്ന് ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയിരിക്കും. അത് കാരണം ഞാനങ്ങാതെ നിന്നോണ്ട് എനിക്കറിയാം. അപ്പൊ പുറമോട്ട് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റില്ല. എന്റെ കഴുത്തെ വീണ പിടി അതുപോലെ മനസ്സിലായി. അപ്പം വേറൊരാളാണെന്ന് എനിക്കറിയാം. കാരണം ഇവന്റെ കൈ അല്ലെന്ന് മനസ്സിലായി. എന്റെ പോക്കറ്റിൽ പുറകെ കിടന്ന വാലറ്റ് എടുത്തിട്ട് ഇവൻ അപ്പോഴത്തെ കൈ വിട്ടിട്ട് പോകുമ്പോ രണ്ടും ഓടിപ്പോയി കാറുകളങ്ങ് കയറി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ അവിടെ നിൽക്കും. അത് എടുക്കാൻ പറ്റും. ഏതായാലും വണ്ടിക്കകത്ത് ഫോൺ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ പണിയാൻ തുടങ്ങിയത്. ഇവന്മാർ കാറ് വിട്ടിങ്ങനെ ആ എക്സിറ്റ് എടുത്ത് കയറി അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. 911 വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് ഇങ്ങനെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്മാർ രാത്രി പോയി കഴിഞ്ഞാൽ എവിടെ പോയി എന്താ പിടിക്കുക? നിനക്ക് നമ്പർ പ്ലേറ്റ് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇരുട്ടത് ഒന്നും കാണുന്നില്ല. ഹെവി സ്റ്റോമുവാ. അത് പതിവില്ല വീഴുന്നതിനെക്കാട്ടി കൂടുതൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞേ. കണ്ടാലോ ഞാൻ പറയാം എന്നെക്കാട്ടി ഹൈറ്റ് കൂടുതലാണെന്ന് എനിക്ക് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. എന്നെ പിടിച്ച ലെവൽ വെച്ച് നോക്കുമ്പോൾ അവന്റെ കൈ എന്നെ കഴുത്തെ വീഴണമെങ്കിൽ എന്നെക്കാട്ടി ഹൈറ്റ് കൂടുതലാണ്. പിന്നെ അവന്റെ ശബ്ദവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതിന്റെ ചെവിയിൽ അതിങ്ങനെ മുഴങ്ങി നിൽക്കുക. നമ്മൾ പേടിച്ച് നിൽക്കില്ല ആ ശബ്ദത്തിൽ. അപ്പൊ അത്രയൊക്കെ എനിക്ക് ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ മുഖം കണ്ടില്ല, വണ്ടിയുടെ നമ്പർ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പോലീസ് പറഞ്ഞു ഒരു രക്ഷയില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റും. അതെല്ലാം റിപ്പോർട്ട് ചെയ്യാം. കേസ് ആ പുള്ളി ഇത് FIR എഴുതി എന്നെ കൊണ്ട് വരാൻ പറഞ്ഞു. പുറകെ വന്നിട്ട് അവിടെ ഒരു വെളിയിൽ സൈഡിൽ മാറ്റി ഇങ്ങനെ നിർത്തിയിട്ട് പുള്ളി എല്ലാം എഴുതി കഴിഞ്ഞിട്ട് സൈൻ ചെയ്ത് പറഞ്ഞപ്പോൾ കോളം പറഞ്ഞു എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു ഫോൺ കോൾ വന്നു. ഒരു CIDയുടെ ഓഫീസറുടെ ഫോൺ കോൾ വന്നു കഴിഞ്ഞ് ഞാൻ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇൻസിഡൻറ്റ് ആളിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, പക്ഷേ കിട്ടി അത് കൺഫേം ചെയ്യാൻ നിങ്ങൾ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു
അപ്പൊ എന്റെ വാലറ്റിലുള്ള പൈസയും ക്രെഡിറ്റ് കാർഡ് ഞാൻ പിടിച്ചെന്ന് ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ എല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ പോലീസിനോട് പറഞ്ഞാൽ ക്യാഷ് പോയത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പുള്ളി അന്നേരം റിപ്പോർട്ട് എഴുതിയ പോലീസോട് അന്നേരം. അപ്പൊ ഞാൻ CID ഓഫീസർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് $1,400 എന്റെ വാലറ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ എനിക്കില്ല. എന്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് അതിനകത്തുണ്ട്, അത് അവന്മാരുടെ ഉണ്ട്, അത് ഞാൻ വേറെ ഉണ്ടാക്കിച്ചോളാം, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ എനിക്ക്. അപ്പൊ എനിക്ക് ഇതിനെ പുറകെ നടക്കാൻ ഇനി വയ്യാന്നുള്ള രീതി ഞാൻ ഇതെല്ലാം പറഞ്ഞു. എനിക്കൊന്ന് എന്റെ ക്യാഷ് കിട്ടുമെന്ന് ചോദിച്ചു. അതുപോലെ ക്യാഷ് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അത് അവന്മാരുടെ അടുത്ത് അതൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അതിന്റെ പ്രൂഫ് ഇല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അയാൾ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലൈന്റ് ഇല്ല, ഇതിന് പുറകെ നടക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ഒന്നാം നമ്മൾ പുതിയത് അവന്മാരുടെ നമ്മുടെ അഡ്രസ്സും ID എല്ലാം ഉണ്ട്. നാളെ ഇപ്പം നമുക്കിടെ പണി അത് പേടിയാ കേട്ടോ. കാരണം പിള്ളേർ കൊച്ചു പിള്ളേരാ, 2 കൊച്ചു പിള്ളേർ, നമ്മൾ പുതിയ അമേരിക്കയില്. അപ്പൊ അതെല്ലാം മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഐഡന്റിഫൈ ചെയ്യണമെന്ന് എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അങ്ങനല്ല, നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഈ നാടിന് നല്ലതായിരിക്കും എന്നും പറഞ്ഞ അയാൾ നമ്മൾ പോസിറ്റീവ് ആയി ഒത്തിരി കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. എന്തുവാ ഇല്ലേ നാളെ നിങ്ങളുടെ ഭാര്യയോ അല്ലെ മക്കളോ അല്ലെ നിങ്ങളുടെ സിസ്റ്റേഴ്സോ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഉമ്മാർ കയറി എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വരല്ലെന്നും പറഞ്ഞ് ഈ തൊണ്ടല്ല ഇവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇവിടെ വന്നാൽ മതി ഐഡന്റിഫൈ ചെയ്യാൻ. എല്ലാം ഞാൻ ആദ്യം നോ പറഞ്ഞതല്ല, ഇവൻ നമ്മളെ അങ്ങ് പോസിറ്റീവ് ആയി നമ്മളെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ ചെയ്യുക കേട്ടോ. അവസാനം ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു നാളെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇവന്മാരുടെ ഇവർ പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാലറ്റ് എടുത്തിട്ടോ അതിനകത്തുള്ള സാധനം എടുത്തിട്ടുണ്ടല്ലോ, പൈസയൊക്കെ ഇവർ നോക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് പോലും നോക്കിയില്ലെന്ന് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് 1-2 അടുത്ത് കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കളയും സാറിന്. ID ഒന്നും അവർ വെക്കുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട, ഇവരുടെ മെന്റാലിറ്റി ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒത്തിരി ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവസാനം പറഞ്ഞു ഓക്കെ ഞാൻ വരാം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട്. പക്ഷേ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ഫേസ് ടു ഫേസ് തന്നെ അവന്മാർ നമ്മളെ കാണുമല്ലോ. എനിക്ക് അവന്റെ ഫേസ് ഓർമ്മയില്ല, എനിക്കെങ്ങനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞാൻ അവനെ കണ്ടില്ല, അവനെ യാതൊരു അടയാളവും എനിക്ക് ഇല്ലെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു നീ വരാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞ് അവരെന്നെ ഇരുത്തി ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഓർത്ത് നോക്കും, എന്തെങ്കിലും ഞാൻ പറഞ്ഞ ഒരു ശബ്ദം മാത്രമേ എനിക്ക് ഒരറിവിൽ ഇപ്പോഴും ഉള്ളെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഈ ബ്രെയിനിൽ ഇങ്ങനെ കിടക്കുവാണ് ആ ശബ്ദം, ഇങ്ങനെ ഡോണ്ട് മൂവ് എന്നുള്ള ഒരു ഉറച്ച ഒരു ശബ്ദം. അപ്പൊ ഇവിടുത്തെ പോലീസുകാരുടെ നോക്കിയോണേ കഴിയുന്നു. ഉമ്മാര് പിന്നെ വേറൊരു ദിവസം വിളിച്ചു. അന്നത്തെ ദിവസം കഴിഞ്ഞ് വേറൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു ഡാർക്ക് റൂമിൽ നിർത്തിയിട്ട് ഇവന്മാരെ അടുത്ത സൈഡിൽ കൂടെ ഒരു റൂമുണ്ട്. നമുക്ക് ആ ഡോർ നമുക്ക് അവരെ കാണാം, അവർക്ക് നമ്മളെ കാണത്തില്ല. അവർക്ക് പരേഡ് ചെയ്യും. അപ്പോൾ 8-10 എണ്ണത്തിന് ഇവന്മാര് ലൈൻ അടിച്ച് നിർത്തി കേട്ടോ. അപ്പൊ നമുക്കറിയത്തില്ല അവിടെ 10 എണ്ണോ 20 നോക്കുന്നു നമ്മുടെ മുമ്പിൽ കൂടെ വന്ന് കണ്ട് ഞാൻ പറഞ്ഞു കണ്ടാ എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആരെയാ പറയുന്നത്? അവര് പറഞ്ഞു 1 മണി എന്നെ തിരിച്ചു നിർത്തി. നമുക്ക് അവരുടെ മുഖം കാണത്തില്ല, ഓപ്പോസിറ്റ് നിർത്തി ശബ്ദം മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചു നിർത്തിയിട്ട് ഇവന്മാരെ അതിലെ നടത്തിച്ചിട്ട് ഓരോരുത്തരോടും പറഞ്ഞു ഡോണ്ട് മൂവ് എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞേ. ഇത് പറഞ്ഞു പോയ ആദ്യത്തെ തവണ നടത്തിയപ്പം ഞാൻ ഒരു 4-ാമത്തെ 5-ാമത്തെ ആള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഫെമിലിയർ സൗണ്ട് ആണെന്നല്ലോ എന്ന് പറഞ്ഞു. മറ്റേ ആളുടെ എനിക്ക് ആ ഒരു ശബ്ദം പോലീസ് വരെ അന്ന് പറഞ്ഞ പോലെ ഉറക്കെ എന്നോട് ചോദിച്ചിട്ട് അതുപോലെ ഇവന്മാരെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ അത് തവണ നടന്നപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ 5-ാമത്തെ ആണ് 5-ാമത്തെ ഇന്ന ഈ ഒരു സൗണ്ട് എനിക്ക് ഫെമിലിയർ ആണെന്ന്. അപ്പൊ അത് എന്നെ തിരിച്ചു നിർത്തിയേക്കോ ശബ്ദം എനിക്ക് അവനെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. വീണ്ടും ഷഫിൾ ചെയ്ത് വെച്ച് വീണ്ടും വിടുന്ന പോലെ വിട്ടു. അവൻ എങ്ങാണ്ട് 10-12ാമത്തെ നമ്പർ വീണ്ടും ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് പറഞ്ഞു ഇത് സിമിലർ ആണെന്നല്ലോ. അപ്പൊ എനിക്കറിയുന്നില്ല ഇവന്മാര് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാനീ പറയുന്നില്ല സെയിം ആളിനെ തന്നെ കേട്ടോ. ആ വോയിസ് സെയിം ആളാ. അപ്പൊ അവനെ പൊക്കി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു. പിന്നെ എന്നെ കൊണ്ടുപോയി അവളുടെ ഓഫീസിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവനെ തന്നെ ഐഡന്റിഫൈ ചെയ്തത്. അത് ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ചെയ്തത്? ഉടനെ പറഞ്ഞു ഇവന്റെ കാറേല് നീ പറഞ്ഞ 2 പേരല്ലേ, ഒരു 2 പേരല്ലായിരുന്നു 3 പേരുണ്ടായിരുന്നു പറഞ്ഞു. അതില് ഇവനൊന്ന് വന്ന് നിന്നെ പിടിച്ചോന്, ഇവൻ വലിയ ക്രിമിനലാന്ന് പറഞ്ഞു. ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ തിരിച്ച്. കൊലക്കേസിന് ഇവൻ അകത്ത് പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് കിടപ്പ് എന്നെ വരയ്ക്കാൻ ഇതുപോലെ വരയ്ക്കാൻ തുടങ്ങി.
പിന്നെ രണ്ടാമതുള്ളവൻ പിക്ക് പോക്കറ്റിങ് അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നവനാ. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ ഒന്നിലും ഒരു റിപ്പോർട്ട് ഇല്ലാത്തവനാ. അവൻ കാറിൽ ഇരുന്ന് അകത്തിരുന്ന ഈ രണ്ടാമത്തവനാ അപ്പൊ വന്നിപ്പോ ബാലറ്റ് എടുത്തോണ്ട് പോയെന്ന്. അപ്പൊ അവര് ചരിത്രമെല്ലാം പറഞ്ഞു ഇവനെ തന്നെ ഞങ്ങള് പൊക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ആ സംഭവം നടന്ന ദിവസം ഉണ്ടല്ലോ, ഈ ഇവന്മാർ അടുത്ത ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞ് ഇവര് ഗ്യാസ് അടിച്ചിങ്ങനെ ആ നിന്ന സമയത്ത് ഒരു സി ഡി അവിടെ കണ്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ സംശയം തോന്നി ഇവന്മാരുടെ നിപ്പും പഠിച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. അപ്പൊ അന്ന് അവിടുത്തെ ആ ഒരു സംശയത്തിന് ഇവനെ പൊക്കിയാന്ന് പറഞ്ഞു. ഇപ്പൊ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോ ഇവനിങ്ങനത്തെ ആള് പോകും. അപ്പൊ അങ്ങനെ അന്ന് കൊണ്ടുപോയി ജയിലിലിട്ടാന്ന് പറഞ്ഞു. അതൊരു നല്ല സ്റ്റോറിയാണ്. എന്നിട്ട് ഇവിടുത്തെ സിറ്റി എന്നെ വിളിച്ച് പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേ. ഒരു ലെറ്റർ ഒക്കെ അയച്ചെന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ലെറ്റർ കൊണ്ടൊന്നും എനിക്ക് എന്ത് എടുക്കാനാ, നിങ്ങളെന്നെ പോയ പൈസ തരാൻ പറഞ്ഞു. ഞാൻ ഇത്ര ഉപകാരം ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു സോറി, അതിനുള്ള ഫണ്ട് ഞങ്ങൾക്ക് പൈസ അങ്ങനെ തരാൻ ഉണ്ടായിരുന്നു, തന്നേനെന്ന് പറഞ്ഞു. അവളുടെ ലോയറൊക്കെ ആ ലെറ്ററൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. ആ ലെറ്ററൊക്കെ ഞാൻ പിന്നെ ഓർത്ത ഫ്രെയിം ചെയ്തൊക്കെ വെക്കേണ്ടിയായിരുന്നു. ആക്ച്വലി അപ്രിഷിയേറ്റ് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു ജീവൻ അന്നൊക്കെ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ കുറെ വർഷം പേടിച്ചായിരുന്നു നമ്മൾ വണ്ടി ഓടിക്കുന്നല്ലേ. അല്ല വണ്ടി ഓടിക്കുന്നതല്ല, അവിടെ അഡ്രസ്സിൽ താമസിക്കുന്ന പോലും. കാരണം ഇവന്മാരെ നമ്മുടെ ഐഡന്റിറ്റി വെച്ചോണ്ട് പിന്നെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി, അവനെ പിന്നെ ജയിലിൽ അടച്ചു കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പൊ പോലീസ് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഇവരൊന്നും ഒന്നും ചെയ്യലെന്ന് പറഞ്ഞു. അവര് പറയുന്നല്ലോ അവര് നമ്മൾ പറ്റിയാ നമുക്കല്ലേ അല്ലേ. അതെ എനിവേ വലിയൊരു അനുഭവമാണല്ലോ അത്. താങ്ക് യു. കടയൊക്കെ ഉണ്ടായിരുന്നു. ഗ്രോസറി അല്ല, അവിടുന്ന് വാങ്ങിക്കുമായിരുന്നു. ഒത്തിരി മലയാളി കടയുണ്ടോ ഇവിടെ? ഇവിടെ ഒത്തിരി ഉണ്ട്, പലയിടത്തായിട്ടുണ്ട് അടുത്തടുത്ത്. ഇപ്പൊ തന്നെ ഉണ്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഇപ്പൊ മലയാളികൾ ഓൺ ചെയ്തേക്കും. അത് തന്നെ ഒരുപാട് ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു. അതിപ്പോ മലയാളി ഓൺ ചെയ്തെന്ന് ഇങ്ങനെ. അവിടെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. തുടങ്ങിയിട്ടില്ല ഇത്. ദോശ ഉണ്ടാകുന്ന ഇയാളുടെ വേറൊരാളുണ്ട്. ഇപ്പം അമേരിക്കയിൽ ഇപ്പം ഫുഡ് ഒരു വലിയ ബിസിനസ് തന്നെയാണ്. ഇപ്പം ഓണത്തിന്റെ എന്താ എത്ര പ്ലേറ്റ് ഓരോരുത്തർ പിന്നെ പേഴ്സണലായിട്ട് വീട്ടിലുണ്ടാക്കി വെക്കുന്നവരുണ്ട് ഇപ്പൊ ഒത്തിരി. എല്ലാം യങ്സ്റ്റേഴ്സ് വന്നവരെ ആണുങ്ങളൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഇപ്പൊ ലേഡീസിന് ഹോസ്പിറ്റലൊക്കെ ജോലി കാണുമെന്നായിരിക്കും വെച്ചു. എല്ലാം വീട്ടിൽ അണത്തില്ലല്ലോ, അണത്തി കുടിയൊന്നും ഇല്ല. അതെ അതെ. ഇവിടെ മറ്റേ വീട് ഞങ്ങൾ വിട്ടിട്ട് പോകുമ്പോ ഈ വീട് നോക്കിയായിരുന്നു വാങ്ങിക്കാം. ഈ കോർണറിലെ ഭയങ്കര വിലയായിരുന്നു. അത് നല്ലൊരു വീട്, ഭയങ്കര വിലയാ അത്. ഇവിടുത്തെ ഈ പഴയ വീടുകളുണ്ട്, ഇതൊക്കെ ആദ്യത്തെ പഴയ വീടുകളാണ്. ഇങ്ങനത്തെ വീട് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു വീടായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ട്, പഴയ പഴക്കമുള്ള. ഇവിടെ 50-60 വർഷം പഴക്കമുള്ള. അത് ലോട്ട് ഒത്തിരി വലുതാ. അപ്പൊ ഇങ്ങനത്തെ പഴയത് വാങ്ങിച്ചിട്ട് 10-300 ഈ വീട് കിട്ടുമോ? അത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ പുതിയ ഒരെണ്ണം വേറെ അപ്പൊ കണ്ടവരെണ്ണം പണിയിപ്പിക്കുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് ഭയങ്കര. പിന്നെ 10-600-650 കിട്ടും. കാരണം കോർണർ പ്ലോട്ടൊക്കെ ഇങ്ങനെ പണിയിപ്പിക്കും. ഇതൊരു മലയാളി. ഇവിടെ ഒത്തിരി മലയാളികളുണ്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെ. ഇതല്ലേ ഹലോവിന്റെ എല്ലാം ഡെക്കറേഷൻ. നാട് സബർബ്സ് ഓഫ്. ഇത് ആദ്യത്തെ ഒരു വീട് പണിഞ്ഞ ഇങ്ങനത്തെ വലിയ വീട് പണിത് ഇവിടെ ഇങ്ങനത്തെ ചെറിയ വീടുകളിൽ നിന്ന് വലിയൊരെണ്ണം പണിഞ്ഞത്. അതുകൊണ്ട് വണ്ടി കിടക്കുന്ന മലയാളികളാണ്. ശരി. അതിന്റെ അപ്പുറത്ത് അവിടെ ഒരു അമ്മുക്കുട്ടാമ്മയുടെ ഒരു ബന്ധത്തിൽ ഒരാളുടെ മോളെ കല്യാണം കഴിച്ചിരുന്ന അവിടുത്തെ ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ഇത് മലയാളിയാ, ഇപ്പുറത്തെ മലയാളിയാ. ഇത് ഞങ്ങളുടെ വീട്, അപ്പുറത്തെ മലയാളിയായിരുന്നു. ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ അപ്പുറത്തെ മലയാളിയായിരുന്നു. ഇപ്പൊ മുന്നിൽ ഇവിടെ എല്ലാം മലയാളിയായി. ഇതിപ്പോ വാടക ഇറങ്ങിട്ട് കൊടുത്തിരിക്കാനോ ഇതോ? അല്ല, ഇതിപ്പോ വിറ്റ് ഞങ്ങൾ ഇത് വിറ്റിട്ട് അവിടെ ആവശ്യമില്ല അത് വാങ്ങിച്ചു. ഇപ്പം കയറുന്നതിന് പഴയ എത്ര വർഷം താമസിച്ചു ഇവിടെ? 22 വർഷം. ഇത് സാറ് മേടിച്ചായിരുന്നു അതോ റെഞ്ച് മേടിച്ചാണോ 22 വർഷം മുമ്പേ? ഓക്കെ. ഞങ്ങൾ അമേരിക്ക വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ വേറെ സ്ഥലമായിരുന്നു. ഇപ്പോൾ മലയാളി ഇവിടെ എപ്പോഴും ഉണ്ടോ? ഇത് മലയാളി അപ്പുറത്തെ മലയാളി അപ്പുറത്തെ അവർ ഫ്ലോറിഡാക്കി പോയി. ഓക്കെ ഓക്കെ. ഇവരിപ്പോഴും ഉണ്ട്. ഏത് പള്ളിക്കാരാ അവരെ? ഒരു ബ്രദറോ? ഓക്കെ.
ഇതിനകത്ത് പിന്നെ ഒത്തിരി മലയാളികൾ അല്ലാതെ തന്നെ ഉണ്ട് ഇവിടെ എല്ലാം. ഇത് 10 മൈൽ ദൂരേ ഉള്ളല്ലോ ഡൗൺ ടൗൺ ആയിട്ടല്ലേ? അത് 15 മൈൽ. അടുത്ത ബോർഡർ ഇവിടുന്ന് എയർപോർട്ട് എനിക്ക് 10 മിനിറ്റ് ഉള്ളായിരുന്നു. ഇവിടെ ആരും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്നേരമായിരുന്നു. ഈ ലൈനിൽ തന്നെ 3-4 മലയാളികൾ ഉണ്ട്. എല്ലാ സ്ട്രീറ്റിലും ഇവിടെ മലയാളികളുണ്ട്. വേറെ നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ തമിഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ചെറുതായി ലേറ്റ് ടു റെസ്റ്റ് ദിസ് ഇയർ. വിശക്കുന്നോ? വയറ് തരും. ഇല്ല വിശപ്പൊന്നുമില്ല. രാവിലെ ഞാൻ എത്ര ദോശ കഴിച്ചെന്നറിയാം? 6-7 ദോശ കഴിച്ചു. എവിടാ ആകെ ഉണ്ടാക്കി 6 കഴിച്ചു മതി. 2 രണ്ടൊന്നുമല്ല, 5 മേളിലുണ്ട്. ഞാൻ ലാസ്റ്റിലെ ഒരെണ്ണം പിന്നെ അങ്ങ് യുനോ അത് എക്സ്ട്രാ അടിച്ചു. ചട്നി നല്ലതായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി ആ റെസ്റ്റോറൻറ്റിലൊക്കെ അല്ലേ? ആവശ്യമില്ല. സാറ് ഇന്ത്യയിൽ ഇങ്ങോട്ട് മാറിയായിരുന്നു ഞാൻ അറിഞ്ഞേ ഇല്ല. അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിലത് പതിഞ്ഞില്ല കേട്ടോ. കാരണം ഞാൻ ഇന്ത്യൻ തുറന്നില്ല അവര്. അകത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ടാക്സി ഫയൽ ചെയ്യുന്ന മലയാളികളുടെ ഇരിക്കലാണോ? അതോ അതിനും ഒത്തിരി ടീം ഉണ്ടാക്കിയല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ അമേരിക്ക വന്ന പോലെ ഒരാൾ തന്നെയാണ്. അല്ല സാറ് CPA ചെയ്തില്ലെന്നോ? CP ഒന്നും ഇല്ല. പുള്ളി അക്കൗണ്ടിങ് ഉണ്ട്. പുള്ളിയും ചെയ്യുന്നത് അവിടെ ആളിനെ കൊണ്ട്. സാറ് സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ്ങിൽ നല്ല കഴിവുള്ള ആളാണ്. അക്കൗണ്ടിങ് ഞാനും പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് ടാക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തന്നെ ചെയ്യാതിരിക്കും. ഇച്ചിരി ഒന്ന് ട്രെയിനിങ് എടുത്താൽ മതി. അത് ഓരോ കോൺഫിഡൻസ് ആണ്. അത് തന്നെയല്ല അച്ഛൻ പറയാന്ന്. ഇങ്ങനെ എൻ്റെ മോനും അത് തന്നെ. പുള്ളി അവനും ഞാൻ ചോദിക്കും നിങ്ങൾ തന്നെ ചെയ്തു നിങ്ങൾ തന്നെ ചെയ്യാം. പക്ഷേ ഓരോ വർഷത്തെ റൂൾസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിള്ളേർ പഠിച്ച സ്കൂളാണ്. അതെന്നാന്ന് ചോദിച്ചാൽ അതെ. പിന്നെ തന്നെ ഈ സ്റ്റോക്കിന്റെ ഇപ്പൊ ഒരാൾക്ക് വരുന്നവർക്ക് സ്റ്റോക്കിന്റെ ഉണ്ടെങ്കിൽ അത് പിന്നെ മ്യൂച്വൽ ഫണ്ട് പ്രൊഫഷണായിട്ട് ചെയ്യുന്നവരെല്ലാം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അവര് സർട്ടിഫൈഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ആ കോളമൊക്കെ കണ്ടാ അറിയാം ഏത് കോളത്തിലാണ്. സാറിന്റെ കൂടെ സാറും അമ്മാമി മാത്രമേ ഉള്ളൂ? അത് മക്കളും ഡോളി എവിടെ? ഡോളി ഇവിടുന്ന് വേറെ അടുത്തുള്ള സിറ്റി തന്നെയാണ്. ജോലി എന്താ ചെയ്യുന്നത്? ന്യൂട്രീഷൻ. ഇവിടെയാണോ സാർ താമസിക്കുന്നത്? അപ്പാർട്ട്മെന്റ് പോലെയാണോ അതോ ടൗൺ ഹൗസ്? ഓക്കെ. സാർ കാണുമോ? അമ്മമ്മയാണോ? അതൊരു പാസ്റ്ററുടെ വീടാണ്. സാറിന്റെ ഏതാ നമ്പർ? 948. സാറുണ്ടായ വണ്ടി കണ്ടല്ലേ? സാറ് ഞങ്ങൾ ഇവിടെ വരെ വന്നായിരുന്നു കേട്ടോ. വിൽ സീ യു നെക്സ്റ്റ് ടൈം. 946 ഭോപ്പാലുണ്ടായിരുന്ന വർഗീസ് മേരി എന്ന് പറയും. ഓ ശരി. ഭോപ്പാലുകാർ തമ്മിലാണ് ഫ്ലോറിഡാക്ക് പോവാന്ന് പറഞ്ഞപ്പോ അവര് വിറ്റു. ഓക്കെ ഓക്കെ. ഇതാച്ചാ വാങ്ങിച്ച റെന്റിന് കൊടുത്തേക്കുമായിരുന്നു. 2 ബെഡ്റൂം ആണോ? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അത് 3 ബെഡ്റൂം വേണം. പിന്നെ ബേസ്മെന്റും എല്ലാം ഉണ്ട്. ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടോ? ബിൽഡേഴ്സ് ഉണ്ടോ? ബിൽഡിംഗ് ആയിട്ടുണ്ടോ? അതോ ഇവിടെ അടുത്ത് തന്നെ അല്ലാതെ ഹാൻഡിമാൻമാർ നമ്മൾ തന്നെ വിളിച്ച് ചെയ്യണം? അല്ല, ഇതിന്റെ മൊത്തം ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസും ഇത് എന്തുവാ ഈ ലോൺ കട്ട് വർക്ക് ഫ്രം ഹോം എന്ന് കണ്ടിട്ടുണ്ട്. വർക്ക് ഫ്രം സ്റ്റെപ്പ് കണ്ടിട്ടില്ല. ആണോ? ഓക്കെ ഓക്കെ. അപ്പം ഇതെല്ലാം മെയിൻ്റെനൻസ് ഇവരുടെ തന്നെ അസോസിയേഷൻ ഉണ്ട്. ടൗൺ ഹൗസിന്റെ അസോസിയേഷൻ അവര് ചെയ്തു. ലേക്ക് വ്യൂ സ്റ്റഡീസ്. താങ്ക് യു.